بسم الله الرحمن الرحيم. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين الفائزين برضا الله. ما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله العلي العظيم. الراحمون يرحمهم الرحمن ارحموا من في الأرض ويرحمكم من في السماء. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഖത്തീബ് ഉസ്താദ്, മറ്റു ഉസ്താദന്മാർ, മഹത്തായ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ ഉമ്മബങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗ്ഗത്തിലെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ ഈ മജ്ലിസ് അല്ലാഹു നമുക്ക് കാരണമാക്കി തരട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരുമിച്ച് കൂടിയ നമുക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്, വലിയ ഭാഗ്യമാണ്. മഹാനായ സൈനുൽ മുഹഖഖീൻ ത്വാഹിറുൽ ലഹ്ദൽ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങള് മഹത്തായ സ്ഥാപനം നമുക്ക് പടുത്തുയർത്തി തന്ന മഹാനവറുകൾക്കുള്ള വലിയ ആഗ്രഹം ഇൽമ് ആയിരുന്നു. മഹാനായ തങ്ങൾ ഉസ്താദിന്റെ വിഷയം ഇൽമ് പഠിക്കുക, ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക, ഇതായിരുന്നു മഹാനവറുകൾക്കുള്ള ആഗ്രഹം. ഇന്ന് മഹാനവറുകളെ ഇതവിടെ നിന്ന് കണ്ട് വളരെ സന്തോഷിക്കുന്നുണ്ടാവും. അല്ലാഹുവേ, തങ്ങൾ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. ജീവിതത്തിൽ ധാരാളം ഖൈർ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. എൻ്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം വലിയ ഭാഗ്യവാന്മാരാണ്. ഈ മുഹിമ്മാത്തും ഇതിന്റെ പരിസരത്തും നമുക്ക് അല്ലാഹു ഒരു ഇടം നൽകി എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. പറഞ്ഞാ തീരാത്ത വലിയൊരു ഭാഗ്യത്തിലാണ് ഇപ്പൊ നിങ്ങൾ ഉള്ളത്. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇൽമിന്റെ മജ്ലിസിനെ കുറിച്ച് പറഞ്ഞത്, അതിലേക്ക് ഇപ്പം നടന്നുകൊണ്ട് വരികയാണ് ഉമ്മമാര് വരുന്നത് ഞാൻ കണ്ടു. അല്ലാഹ്, നല്ല ചൂടുള്ള സമയം, ഇനി പോകുമ്പോ നല്ല ചൂടായിരിക്കും. അല്ലാഹുവേ, പകരം നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൽമിന്റെ മജ്ലിസിലേക്ക് വരുമ്പോ നിങ്ങൾ നടന്നുകൊണ്ടിങ്ങനെ വരുമ്പോ നമ്മുടെ കാലിന്റെ അടിയിൽ എത്ര മൺതരികളാണോ ചവിട്ടി നാം വരുന്നത്, ആ മൺതരിയുടെ കണക്കനുസരിച്ച് അല്ലാഹു നമുക്ക് ഹസനത്ത് ജാസ്തിയാക്കി തരും. നാം ചെയ്തുപോയ തെറ്റ് അത് കണക്കാക്കി അല്ലാഹു പുറത്തു തരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആ വലിയൊരു ഭാഗ്യം കിട്ടിയവരാണ് നാം. എന്നുള്ള ദിവസവും എല്ലാ ദിവസവും ഇതുപോലത്തെ ഇൽമിന്റെ മജ്ലിസിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇന്നലെയും മിഞ്ഞാന്നൊക്കെയും ഒരുപാട് പ്രഗത്ഭരായ സാദാത്യങ്ങളും ഉസ്താദന്മാരുടെയും പ്രസംഗങ്ങളും ക്ലാസ്സുകളും കേട്ടവരാണ് നിങ്ങൾ. എങ്കിൽ ഇന്ന് പാവപ്പെട്ട ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മാറ്റർ ആക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
സേഫ് ഹോമിലായതുകൊണ്ട് ഒന്നിനിങ്ങനെ ഇറങ്ങാണ്. ഇന്നലെയാണ് ഇറങ്ങിയത് ഒരു മാറ്റർ ആക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോ ഒരാൾക്ക് കയ്യാത്തായി, മറ്റൊരാൾ ഹോസ്പിറ്റലിൽ കൊണ്ട്, ഇങ്ങനത്തെ ഒക്കെ കഥയാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനവും കബൂല് ചെയ്യുമാരാകട്ടെ. ആരുമില്ലാതെ ഖബറിൽ ഒറ്റക്ക് കൊടുക്കുമ്പോ നമുക്ക് നേരം പോക്കാക്കുന്ന അമലാക്കി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും വളരെ വിനയത്തോടുകൂടി ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത്, ആടാരോ ബിശാൻ പറയുന്ന സംസാരിക്കുന്ന ഇല്ലല്ലേ, നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇല്ലാലോ? എല്ലാവരോടും പറയാനുള്ളത്, മഹത്തായ സേഫ് ഹോമിലുള്ള അന്തേവാസികൾക്ക് വേണ്ടി ദ്വാരക്കണം. എല്ലാവരും ദ്വാരക്കണം. ഇന്നലെ രാവിലെ ഞാൻ ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി സീതാങ്കുള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തി. വലിയ പ്രയാസമാണ്. അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, അങ്ങനെ വൈകുന്നേരം വീണ്ടും അയാളെ കൊണ്ടുവരാൻ വേണ്ടി ആംബുലൻസിന് വേണ്ടി ഞാൻ താഴേക്ക് വന്നപ്പോ സുബ്ഹാനല്ലാഹ് മുത്തഅല്ലിമീങ്ങളെല്ലാം ഇരുന്ന് പള്ളിയിലിരുന്നിട്ട് നാരിയത്ത് സ്വലാത്ത് ചൊല്ലാണ്, ദിക്റ് ചൊല്ലാണ്. ഏകദേശം 1300ഓളം കുട്ടികളും ഉസ്താദന്മാരൊക്കെ ഇരുന്ന് പള്ളി നിറയെ ഇങ്ങനെ ചൊല്ലി കഴിഞ്ഞിട്ട് ദ്വാരക്കുന്നതായിരിക്കാണ് മുഹിമ്മാത്തിന്റെ സ്നേഹികളും സഹായികൾ, മുഹിമ്മാത്തിന്റെ സഹകാരികളായ നമുക്ക് വേണ്ടിയാണ് അവിടെ നിന്ന് ദ്വാരക്കുന്നത്. നാം എത്രയൊരു ഭാഗ്യവാന്മാരാണ്. മഹാന്മാരായ സാദാത്യങ്ങളുടെ നേതൃത്വത്തിൽ ദുആ മജ്ലിസ് ഇങ്ങനെ നടത്താണ്. നമുക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കുന്നു. നാം സ്ഥാപനത്തോട് എത്രത്തോളം കടപ്പെട്ടവരാണ്. അല്ലാഹുവേ, സ്ഥാപനത്തിനും ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം സ്വഹാബത്ത് ഇങ്ങനെ പള്ളിയിരിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്തിനോട് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല സ്വഹാബ, വിശുദ്ധ ഖുർആനിൽ നിന്ന് 1000 ആയത്ത് നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ? ദിവസവും 1000 ആയത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന സ്വഹാബത്തിനോട് കാരുണ്യത്തിന്റെ കടൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് ചോദിച്ചപ്പോ സ്വഹാബത്ത് മുഖത്തോട് മുഖമിങ്ങനെ നോക്കുകയാണ്. എല്ലാ ദിവസവും 1000 ആയത്ത് ഓതാൻ പ്രയാസമല്ല നബിയേ. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ജോലി ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തിയാൽ ഞങ്ങളെ പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞ് അല്പം ഉറങ്ങണം. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് 1000 ആയത്ത് ഓതാൻ പ്രയാസമാണ് നബിയേ. ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾ ഓതാം നബിയേ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ല സ്വഹാബ, അത്തകാസുർ സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ? അൽഹാക്കും മുത്തകാസുർ സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ? ഇതങ്ങ് ചോദിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അത് ഞങ്ങൾക്ക് ഓതാൻ കഴിയൂ നബിയെ, അത് ഞങ്ങൾ ഓതാം. കാരണം ചെറിയ സൂറത്താണല്ലോ അൽഹാക്ക് മുത്തകാസുർ സൂറത്ത്, അത് ഞങ്ങൾ ഓതാം നബിയെ എന്ന് സ്വഹാബത്ത് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹ് പറഞ്ഞു, സ്വഹാബാ, വിശുദ്ധ ഖുർആനിൽ നിന്ന് 1000 ആയത്ത് ഓതിയതിന്റെ സ്ഥാനത്താണ് 1000 ആയത്ത് ഓതിയ പ്രതിഫലമാണ് അൽഹാക്ക് മുത്തകാസുരിനുള്ളത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. എന്റെ ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമുക്ക് അൽഹാക്ക് മുത്തകാസുർ സൂറത്ത് ധാരാളം ഓതണം. ഒരു അൽഹാക്ക് മുത്തകാസുർ സൂറത്ത് ഓതിയാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് 1000 ആയത്ത് ഓതിയ പ്രതിഫലമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നമുക്കൊന്ന് എല്ലാവരും ഇപ്പൊന്ന് ഓതാൻ കഴിയുന്നവരെല്ലാം ഓതാം.
അല്ലാഹുവേ ധാരാളം വിശുദ്ധ ഖുർആൻ ഓതാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسحلن يومئذ عن النعيم. അല്ലാഹുവേ ധാരാളം ഓതാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. നാം നിസ്കാരത്തിൽ സൂറത്ത് ഓതുമ്പോൾ ഇത് ഓതണം. രാവിലെ എണീച്ചിട്ട് ഓതണം, കിടക്കുമ്പോൾ നമുക്ക് ഓതാം. ചെറിയ സൂറത്താണല്ലോ, ഒരു 10 പ്രാവശ്യം ഓതാൻ ഒരു ദിവസത്തിൽ നമുക്ക് കഴിഞ്ഞാൽ അല്ലാഹ് 10,000 ആയത്ത് ഓതിയ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാഹുവേ ധാരാളം ഖൈർ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അതിന്റെ അർത്ഥം സുബ്ഹാനല്ലാഹ്, അതിനെക്കുറിച്ച് അതിൽ പറയുന്നതൊക്കെയും നമുക്ക് പറഞ്ഞാൽ ഈ ഒരു ക്ലാസ് ഒന്നും മതിയാവില്ല എന്ന് തോന്നുന്നു. എന്നാലും കുറച്ചും കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് നന്നായി അതിന്റെ അവസാനത്തെ ഒരായത്ത് സുമ്മ ലതുസ്ഹലുന്ന യൗമൈദിൻ അനിൻ നഈം, സർവ്വ നിഅമത്തിനെ സംബന്ധിച്ചും റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യും, തക്കതായ മറുപടി നൽകണം. അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ അതിന്റെ തഫ്സീറിൽ മഹാരഥന്മാർ പറഞ്ഞതായി കാണാം. ഒരാൾ നട്ടുച്ച സമയത്ത് ഇങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുമ്പോ നല്ല പ്രയാസം ഉണ്ടാവുമല്ലോ ഈ ചൂടത്ത്. ഇപ്പൊ നമുക്ക് തന്നെ ഇനിയിപ്പോ പോകുമ്പോ ആ ഉച്ചക്ക് നടക്കുമ്പോ എത്ര ചൂടാണ് നമുക്ക് സഹിക്കുന്നത്. ആ നട്ടുച്ച സമയത്ത് ഒരാൾ നടക്കുകയാണ് എങ്കിൽ മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുന്ന സമയം നടന്നിട്ട് അയാൾ ദാഹിക്കുന്നു, വിശക്കുന്നു, പ്രയാസമാകുന്നു. ആ സമയത്ത് ഒരു മരം അയാൾക്ക് കിട്ടിയാൽ ആ മരത്തിന്റെ അടിയിൽ അതിന്റെ തണലിൽ അയാൾ നിൽക്കുന്നു. അയാൾക്ക് എത്ര സന്തോഷമാണാകുന്നത്. ആ അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന് സംബന്ധിച്ച് പോലും റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യും. അതിന് കടക്കം മറുപടി നൽകണം. നാം ചിന്തിക്കണം, അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന് കയ്യും കണക്കുമില്ല. എത്ര നമുക്ക് കിട്ടിയാലും നമുക്ക് മതിയായി എന്ന് വരുന്നില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്, എല്ലാവരും അല്ല, കുറച്ച് പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണ്, എന്തായാലും ഇല്ലല്ല പാട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞാലേ എപ്പോഴും പടച്ചവൻ എത്ര തന്നാലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുന്നില്ല. ഒരു പ്രയാസം തന്നെ. എപ്പോഴും നാം എന്ത് വേണം? അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി പറയില്ല. ഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിനിക്ക് നാം നന്ദി ചെയ്താൽ ലഅസീദന്നകും, ഞാൻ അവർക്ക് ജാസ്തിയാക്കി കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് പറഞ്ഞതാണ്, അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിനിക്ക് നന്ദി ചെയ്താൽ ഞാൻ വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. പലരും സൈഫോമിലേക്ക് വന്നവരായിരിക്കാം, പലരും വന്നവരാണ്. വരാത്തവരെ വളരെ സ്നേഹത്തോടെ അവിടത്തേക്ക് ക്ഷണിക്കുന്നു. അപ്പോഴല്ലേ ആ സൈഫോമിലേക്ക് വന്ന് അവിടെയുള്ള അന്തേവാസികളെ കാണുമ്പോൾ നമുക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന് ഇങ്ങനെ ഓർമ്മ വരും. നല്ല കഴിഞ്ഞ ആഴ്ച ഒരാളെ കൊണ്ടുവന്നു. കഴിഞ്ഞ ആഴ്ച ഒരാളെ സൈഫോമിലേക്ക് കൊണ്ടുവന്നു. 4 മക്കളാണ്, 3 പെണ്ണുമക്കളും 1 ആണുമോനുമുണ്ട്. പക്ഷേ ആ മക്കൾക്ക് ഉപ്പാനെ നോക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരൽ അത്യാവശ്യമായത് കൊണ്ട് കൊണ്ടുവന്നു. അല്ലാ അയാളെ പ്രയാസം വാശി ഇങ്ങനെ പിടിക്കുകയാണ്. വയസ്സാം അങ്ങനെയല്ലേ, ചെറിയ മക്കളെ പോലെ ഇങ്ങനെ വാശി പിടിക്കുകയാണ്. ഇങ്ങനെ വാശി പിടിക്കുന്നു. ബാത്റൂമിലേക്ക് കൊണ്ടുപോയാലും അയാൾ വരുന്നില്ല. ഇനി പോയാൽ തന്നെ അവിടെ ഒന്നും ചെയ്യുന്നില്ല. തിരിച്ചു വന്ന് അയാളെ ബെഡിൽ തന്നെ ചെയ്യുന്നു. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കിയില്ലല്ലോ, റബ്ബ് നമ്മളെ അങ്ങനെ ആക്കിയില്ലല്ലോ. അയാൾ മൂത്രമൊഴിക്കുന്നതും കാഷ്ടിക്കുന്നതും ഒക്കെയും ബെഡിൽ തന്നെയാണ്. അത് നാം ഇങ്ങനെ ചിന്തിക്കണം. അല്ലാഹു ഞങ്ങൾ അങ്ങനെ ആക്കിയില്ലല്ലോ. എന്റെ ഉമ്മ, നിങ്ങളൊന്ന് ചിന്തിച്ചോ. എന്റെ പൊന്നുമോള് ഏകദേശം 10, 19, 20, 25 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ സൈഫോമിൽ ഇരിക്കുകയാണ്. ആ സമയത്തൊന്ന് അവരങ്ങ് നോക്കിയിട്ട് ചിന്തിച്ചോ,
റബ്ബ് എനിക്കിങ്ങനെ എൻ്റെ മക്കളെ കൊണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണം തന്നാൽ ഞാൻ എങ്ങനെ അത് സഹിക്കും, എനിക്ക് അള്ളാഹു നൽകിയില്ലല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തിനക്ക് ഒന്ന് നന്ദി പറഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് മഹത്തായ സ്ഥാപനം ചെയ്തത്. നമുക്ക് കാണാനും നമുക്ക് അതുകൊണ്ട് ജീവിതം ധന്യമാക്കാനും വേണ്ടിയാണ് സ്ഥാപനം തുടങ്ങിയത്. എല്ലാവരും ആ മഹത്തായ സ്ഥാപനം ഒന്ന് വന്ന് കാണണം. കണ്ടിട്ട് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തിനൊന്ന് നന്ദി പടച്ച റബ്ബിനോട് അൽഹംദുലില്ലാഹ് പറയണം. അല്ലാഹുവേ, ഞങ്ങൾക്കും കുടുംബത്തിനും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നീ നൽകല്ല അല്ലാഹ്. അൽഹാകുമുത് തകാസുർ. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യൻ തിരക്കിലാണ്. മനുഷ്യന് ഫുള്ള് തിരക്കാണ്, ഒരു മിനിറ്റ് സമയമില്ല. ഇബാദത്തുകൾ ചെയ്യാനൊന്നും തിരക്കാണ് എപ്പോഴും. പലപ്പോഴും ഉമ്മമാർ, ഞാൻ ഓർമ്മിക്കുകയാണ്, ഒരു പെണ്ണ് എന്നോട് അന്നൊരു ദിവസം പറഞ്ഞു, ഉസ്താദ് നീ എന്താ നിസ്കരിച്ച മോളെ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു, ഉസ്താദ് കിടാവ് ഒന്ന് വലുതായിട്ട് ഉസ്താദ് കഴിയുന്നില്ല ഉസ്താദ്, കിടാവ് ഒരുപടി വലുതായിട്ടായിട്ട് നോക്കാം, കഴിയുന്നില്ല. കിടാവ് എന്തായി, സുബൈക്ക് ളുഹറിന് കുളിച്ചിട്ട് ഫ്രഷായി ളുഹർ അങ്ങ് നിസ്കരിച്ചിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കിടാവ് മൂത്രം വീത്തി. ഇപ്പൊ പിന്നെ പമ്പേഴ്സിന് വലിയ ഓഫർ ഉള്ളത് കൊണ്ട് അത്ര ടെൻഷൻ വരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. ഏതാവട്ടെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഓ എന്നെ ശബ്ദം കേൾക്കുന്ന ഉമ്മാ, വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്റർവ്യൂയുടെ ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിനെ സംബന്ധിച്ചാണ്. നാളത്തെ ചോദ്യം നമ്മുടെ നിസ്കാരത്തിനെ സംബന്ധിച്ചാണ്. ആദ്യത്തെ ചോദ്യം, നീ നിസ്കരിച്ചിട്ടുണ്ടോ? നീ 5 വക്ത് ഖളാ ആകാതെ നിസ്കരിച്ചിട്ടുണ്ടോ? അതിനിക്ക് തക്കതായ മറുപടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, വമ്പിച്ച വിജയമാണ് നമുക്ക് കിട്ടുന്നത്. ഇന്റർവ്യൂയുടെ ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജിതർ തന്നെ. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളെ മക്കളെ കൊണ്ടോ നിങ്ങളെ സമ്പത്തുകളെ കൊണ്ടോ നിസ്കാരത്തിനും വിട്ട് അവരോട് നിങ്ങൾ സുഖലായി പോകരുത്. സുബ്ഹാനല്ലാഹ്, പെരുന്നാന്റെ തിരക്കാണ്, ബിസിനസ് ഇങ്ങനെ നടക്കാണ്. ആ സമയത്ത് നിസ്കാരം അങ്ങ് നഷ്ടപ്പെടുന്നു, അറിയുന്നില്ല. അല്ലാ ഡ്രസ് അതേ പർച്ചസിന് വേണ്ടി പോകുന്നു, ളുഹുറങ്ങ് കളാവുന്നു, അസർ കളാവുന്നു, ഓർമ്മ വരുന്നില്ല. ഞാൻ വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ ഉമ്മാ, മഹാരായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ കാലഘട്ടത്ത് ഒരു ഉമ്മക്ക് 2 മക്കളാണ്, ഒരു ആണും ഒരു പെണ്ണും. അതാ പൊന്നു പെങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നു. ഈ ലോകത്തിൽ നിന്ന് ആ മകൾ മരണപ്പെടുകയാണ്. ആ സമയത്തതാ ആ പൊന്നു പെങ്ങളെ മയ്യത്തങ്ങ് കുളിപ്പിക്കുന്നു. മയ്യത്ത് കുളിപ്പിച്ച് കഫമങ്ങ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, ആ ആങ്ങളെയതാ ആ പൊന്നുപെങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. മയ്യത്ത് നിസ്കാരവും അങ്ങ് കഴിഞ്ഞ് അതേ പള്ളിക്കാട്ടിൽ അറടി മണ്ണിലേക്ക് അങ്ങ് കൊണ്ടുപോയി തന്റെ ആ സ്വന്തം പെങ്ങളുടെ മയ്യത്ത് അതാ ഖബറിലങ്ങ് വെക്കുന്നു. മൂട് കല്ലങ്ങ് വെച്ച്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്നുള്ള സുന്ദരമായ ദിക്റങ്ങ് ചൊല്ലി അതേ ഉറ്റവരും ഉടയവരും എല്ലാം 3 പൊടി മണ്ണങ്ങ് എടുത്ത് ഖബറിലേക്കങ്ങ് വലിച്ചെറിയുന്നു. ഖബറിലേക്കങ്ങ് മണ്ണിടുന്നു. സുബ്ഹാനല്ലാഹ്, ആ പൊന്നു പെങ്ങളുടെ ഖബറതാ അവിടുന്ന് ഉറ്റവരൊക്കെയും അതാ ഖബറിങ്ങനെ മൂടുന്നു. ഖബറങ്ങ് വെള്ളം മണ്ണ് മറച്ചു ഇങ്ങനെ മൂടുന്നു. ആ സമയത്ത് ആങ്ങളെ അതാ മണ്ണിങ്ങനെ ഇടുന്നു. ഇട്ട് ഖബറങ്ങ് തുറക്കുന്നു. സുബ്ഹാനല്ലാഹ്,
ആ ഖബർ തുറക്കുന്ന സമയത്ത് ആങ്ങളുടെ കീശയിലുണ്ടായിരുന്ന ഒരു പേഴ്സ് ആ ഖബറിലേക്ക് അങ്ങ് വീണു. ഇത് അറിയുന്നില്ല, ഇത് ആങ്ങൾ അറിയുന്നില്ല. പൊന്നു പെങ്ങൾ മരണപ്പെട്ട വേർപാടിന്റെ ദുഃഖത്തിലാണ്. ആ ദുഃഖത്തിൽ കീശയിൽ നിന്നത് വീണത് അറിയുന്നില്ല. ചുരുക്കി പറയട്ടെ, അതേ ഖബറടക്കം ചെയ്ത് കുറച്ചൽപ്പം തിരിഞ്ഞ് നടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ ആങ്ങളുടെ കീശയിലുള്ള പേഴ്സ് കാണാറില്ല. അതപ്പോഴാണ് ഓർമ്മ വരുന്നത്, അല്ലാ എന്റെ പേഴ്സ് എവിടെയെന്നിങ്ങനെ ചിന്തിച്ചപ്പോ അതിലാണ് എല്ലാ രേഖകളും ഉള്ളത്. ആ പേഴ്സ് അങ്ങ് എവിടെയാണെന്ന് ചിന്തിച്ചപ്പോ കൂട്ടത്തിലുള്ള ഒരാള് പറഞ്ഞു, നേരത്തെ ഖബറിലേക്ക് വീണതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് കണ്ടിട്ടുണ്ട്, ഖബറിലേക്ക് വീണതുപോലെ എനിക്ക് കാണാനിടയായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ചുരുക്കി പറയട്ടെ, ആങ്ങള അതേ ഖബറിന്റെ അടുക്കലേക്ക് വരുന്നു. വെറും 5-10 മിനിറ്റ് മാത്രമാണ് കഴിഞ്ഞത്. ആ ഖബറങ്ങ് വന്ന് ആ ഖബർ മാന്തുന്നു. ആ ഖബറിന്റെ മണ്ണങ്ങ് മാന്തിയെടുത്തിട്ട് സുബ്ഹാനല്ലാഹ് തന്റെ പേഴ്സങ്ങ് കിട്ടാൻ വേണ്ടി ഖബറിന്റെ മണ്ണങ്ങ് മാന്തി നോക്കുമ്പോ അല്ലാ അല്ലാ, അവിടുന്ന് കാണാൻ കഴിഞ്ഞ രംഗം സുബ്ഹാനല്ലാഹ് വല്ലാത്ത വേദനിക്കുന്ന രംഗമാണ്. അതേ തീയാൽ ആളിക്കത്തുകയാണ്. 5-10 മിനിറ്റ് മാത്രമാണ് ഖബറിൽ മറവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ആ ഖബറിൽ ഇങ്ങനെ തീ ഇങ്ങനെ ആളിക്കത്തുന്നു. ഇതങ്ങ് കണ്ട ആങ്ങളെ വേദനയോടെ കരഞ്ഞുകൊണ്ട് ഉമ്മാന്റെ അടുക്കലേക്ക് ഓടിച്ചൊല്ലുകയാണ്. സ്വന്തം പെങ്ങൾ മരണപ്പെട്ട വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുമ്പോ മകളുടെ ഖബറിലതേ കാണുന്നത് തീ ഇങ്ങനെ ആളിക്കത്തുന്ന രംഗമാണ്. ഇതങ്ങ് കണ്ടപ്പോ ഓടിച്ചെന്നുകൊണ്ട് ഉമ്മയോട് ചോദിക്കുന്നു, അല്ല ഉമ്മ, എന്റെ പൊന്നു പെങ്ങള്, നിങ്ങളെ പൊന്നുമോൾ ജീവിതത്തിൽ എന്ത് തെറ്റാണുമ്മ ചെയ്തത്, ഇത്ര വലിയ തെറ്റെന്താണുമ്മ ചെയ്തത് എന്ന് അവിടുന്ന് ആങ്ങളെ ചോദിക്കുമ്പോ ഉമ്മാക്ക് താങ്ങാൻ കഴിയുന്നില്ല. തന്റെ പൊന്നുമോൾ മരണപ്പെട്ടതിലുള്ള വേദനയിലിരിക്കുന്ന ഉമ്മയോട് ആ പൊന്നുമോന് വന്ന് ചോദിക്കുന്ന ചോദ്യം വല്ലാത്ത ചോദ്യമാണ്. ഇതങ്ങ് കേട്ടപ്പോ ഉമ്മ കരയാൻ തുടങ്ങി. ഉമ്മാന്റെ വല്ലാത്ത കരച്ചിലാണ്. സുബ്ഹാനല്ലാഹ്, ആങ്ങളെയും ഉമ്മയും മകനും കരയുന്നു. കരഞ്ഞുകൊണ്ട് ഉമ്മോനോട് ചോദിച്ചു, അല്ല മോനെ, ഈ സമയത്ത് നീ ഇത് ചോദിക്കാനുള്ള കാരണമെന്താ? നീ ഇത് ചോദിക്കാനുള്ള കാരണം എന്താണോ? മകൾ മരണപ്പെട്ടതിലുള്ള വേദനയിൽ ഞാനിരിക്കുമ്പോ നീ അത് മയ്യത്തങ്ങ് പള്ളിയിലേക്ക് അങ്ങ് കൊണ്ടുപോയി മറവ് ചെയ്തു വന്ന് നീ ഇത് ചോദിക്കാൻ കാരണമെന്ത് മോനെ എന്ന് മകനോട് ഉമ്മ അങ്ങ് ചോദിച്ചപ്പോ മകനെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഉമ്മ, എന്റെ പേഴ്സങ്ങ് കബറിലങ്ങ് വീണു, അതെനിക്ക് അറിഞ്ഞിരുന്നില്ല. ഞാൻ തിരിച്ചു വന്നു, വീണ്ടും അത് കബറിലുണ്ടെന്ന് ആരോ പറഞ്ഞു. അങ്ങനെ ഞാൻ കബറ് മാന്തി നോക്കിയപ്പോ ഉമ്മ കണ്ട രംഗം വല്ലാത്ത കാഴ്ചയാണ്. ഉമ്മ, കബറങ്ങ് തീയാലിങ്ങനെ ആളിക്കത്തുന്ന രംഗമാണ് ഉമ്മ ഞാൻ കണ്ടത് എന്ന് ആ ഉമ്മയോടങ്ങ് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, മോനെ, എന്റെ അറിവിൽ എന്റെ പൊന്നുമോള് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവരാണ്. ആരെക്കുറിച്ചും ഗീബത്തും നമീമത്തും പറയാത്തവളാണ്, കളവ് പറയാത്തവരാണ്, ധാരാളം നിസ്കരിച്ചവളാണ്, ധാരാളം സുന്നത്ത് നോമ്പ് നോക്കിയവളാണ്, ധാരാളം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവരാണ്. തന്റെ കൂടെയുള്ള സുഹൃത്തുക്കളോടുകൂടി ഇരുന്ന് കഥ പറഞ്ഞവളല്ല. ഒരു തെറ്റും ഞാൻ അറിഞ്ഞു ചെയ്തിട്ടില്ല മോനെ. പിന്നെ എന്തേ നമ്മുടെ മകളുടെ കബറിൽ തീ ഇങ്ങനെ ആളിക്കത്താൻ കാരണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു, മോനെ, പലപ്പോഴും എന്റെ പൊന്നുമകളുടെ ളുഹർ നിസ്കാരം ഖളാ ആയിട്ടുണ്ട് മോനെ. പലപ്പോഴും ളുഹർ നിസ്കാരം ഖളാ ആയിട്ടുണ്ട്.
കരുതി കൂട്ടി ഖളാക്കിയതെല്ലാം പിന്നെയോ സുബ്ഹാനല്ലാഹ് ഇന്നത്തെ പോലെ വീട്ടിൽ വല്ല സൗകര്യമുള്ള പെങ്ങളായിരുന്നില്ല. വീട്ടിൽ വലിയ സൗകര്യങ്ങളുള്ള വീടായിരുന്നില്ല. തന്റെ ഉമ്മാക്കും ആങ്ങളക്കും വേണ്ടി ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ അപ്പോഴോളം നടന്ന് വിറക് ശേഖരിച്ചു കൊണ്ടുവന്നോ. സുബ്ഹാനല്ലാഹ് ഡ്രസ്സ് അലക്കാൻ വേണ്ടി, അതേപോലെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി കുറെ ദൂരത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു. അങ്ങനെ ഭക്ഷണങ്ങളൊക്കെയും പാകം ചെയ്ത് നിസ്കരിക്കുമ്പോ അങ്ങനെ വീട്ടു ജോലി കാരണമായി പലപ്പോഴും നിസ്കാരം ഖളാ ആയതാണ്. ഇന്നത്തെ പോലെ മൊബൈല് കയ്യിലില്ല, അതേ ഘടികാലം വീട്ടിലില്ല, സമയമറിയാനുള്ള ഒരു അടയാളവുമില്ല. ആ സമയത്ത് പലപ്പോഴും വീട്ടിന്റെ ജോലിയുടെ കാരണം കൊണ്ട് ആ പൊന്നുപങ്ങൾക്ക് നിസ്കാരം പലപ്പോഴും ഖളാ ആയതാണ്. ആ ഒരു തെറ്റല്ലാതെ നമ്മളെ മോള് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. സുബ്ഹാനല്ലാഹ്. എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. നിസ്കാരത്തിൽ നിന്ന് പലപ്പോഴും ളുഹർ നിസ്കാരം ഖളാ ആയതാണ്. എങ്ങനെ? അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് പോയിട്ടല്ല, അല്ലെങ്കിൽ പെരുന്നാളിന്റെ പർച്ചസിന് വേണ്ടി പോയിട്ടല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കൂളിന്റെ പരിപാടിക്ക് വേണ്ടി പോയിട്ടല്ല, തന്റെ മകളുടെ സ്കൂളിന്റെ പരിപാടിക്ക് വേണ്ടി പോയ ഉമ്മ, നിന്റെ ളുഹർ നിസ്കാരം എവിടെ? നിന്റെ അസ്ർ നിസ്കാരം എവിടെ? അങ്ങനെ ഖളാക്കിയ പെണ്ണുങ്ങളല്ലാതെ മറിച്ച് വീട്ടിന്റെ ജോലിയുടെ കാരണങ്ങളെ കൊണ്ട് ഇന്നത്തെ പോലെ സൗകര്യമുള്ള വീടല്ല ഇന്ന്. സുബ്ഹാനല്ലാഹ്, സ്വിച്ചിട്ടാൽ വെള്ളം വരുന്ന മോട്ടറാ നമ്മളെ വീട്ടിലുള്ളത്. അതേ കടയെങ്കലങ്ങ് സ്വിച്ചിട്ടാലങ്ങ് കറങ്ങും. ഭക്ഷണമത്തെ എല്ലാം അരച്ചെത്ര പെട്ടെന്ന് റെഡിയായി കിട്ടും. അന്ന് അതല്ല ആ പൊന്നുപെങ്ങൾക്ക് ഉണ്ടായിരുന്നത്. തന്റെ കൈ കൊണ്ട് ഇതൊക്കെയും ജോലി ചെയ്തപ്പോ പലപ്പോഴും നിസ്കാരം ഖളായ പൊന്നു പെങ്ങളുടെ ഖബർ ഇങ്ങനെയാണ് എങ്കിൽ എന്റെയും നിന്റെയും ഖബറിന്റെ അവസ്ഥ എന്തായിരിക്കും എന്റെ പൊന്നു പെങ്ങളെ? മഹാരായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. ഹസിബു ഖബ്ല അൻ തുഹാസബു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നു, നീ നിന്റെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കണം. ഹസിബു ഖബ്ല അൻ തുഹസബു. നിന്റെ കണക്കൊന്ന് നീ പരിശോധിക്കണം. പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്റെ കണക്ക് പരിശോധിക്കുന്നതിന് മുമ്പ് നീ വന്ന് കണക്കങ്ങ് പരിശോധിച്ചാൽ നീ സ്വർഗത്തിലാണോ നരകത്തിലാണോ? നിന്റെ ഖബറിന്റെ ജീവിതം സന്തോഷകരമാണോ പ്രയാസത്തിലാണോ എന്ന് നിനക്ക് തന്നെ വിധി എഴുതാൻ കഴിയുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, നീ രാത്രി സമയത്ത് കടപ്പറയിലേക്ക് അങ്ങ് എത്തിയാൽ, അതേ ലൈറ്റും ഓഫാക്കി നീ കിടക്കുന്ന സമയത്ത് നീ എന്നങ്ങ് നിന്റെ ലിസ്റ്റ് അന്നത്തെ ആ ദിവസം, ഇന്നത്തെ ദിവസം, ഇന്ന് രാത്രി കിടന്നിറങ്ങുന്ന സമയത്ത് എന്റെ പൊന്നുപെങ്ങളെ, ഇതാ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്ന് രാത്രി നാം കിടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഇന്നത്തെ ലിസ്റ്റ് അങ്ങ് പരിശോധിക്കണം. രാവിലെ ഞാൻ എണീച്ചത് മുതൽ ഈ കിടക്കുന്നത് വരെ എനിക്ക് എത്ര നന്മ ചെയ്യാൻ കഴിഞ്ഞു, എനിക്ക് എത്ര തിന്മ ചെയ്യാൻ കഴിഞ്ഞു എന്നങ്ങ് ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് തന്നെ വിധി എഴുതാൻ കഴിയും. എനിക്ക് നന്മ കൂടുതലാണോ തിന്മ കൂടുതലാണോ? നിന്റെ നന്മ കൂടുതലാണ് എങ്കിൽ നീ സ്വർഗത്തിലാണോ? തിന്മ കൂടുതലാണെങ്കിൽ നരകത്തിലാണോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നരകം ഹറാമാക്കണം അല്ലാ, സ്വർഗം നിർബന്ധമാക്കണം അല്ലാ. നമുക്ക് സുബ്ഹാനല്ലാഹ് വിശുദ്ധ റമളാനിൽ പോലും ഗീബത്ത് പറയുന്നതിന്, നമീമത്ത് പറയുന്നതിന് ഒരു കുറവുമില്ല, ഒരു കുറവുമില്ല. ഇങ്ങനെ പറയുകയാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് പഠിപ്പിച്ചു, മോളെ നിന്റെ ഗുഹ്യസ്ഥാനവും നിന്റെ നാവും അങ്ങ് സൂക്ഷിച്ചാൽ ഞാൻ സ്വർഗം കൊണ്ട് സാക്ഷി നിൽക്കുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ സ്വർഗം കൊണ്ട് സാക്ഷി നിൽക്കുകയാണ്. അത് രണ്ടും പ്രയാസമുള്ള കാര്യമാണ്. നമ്മളെ ഭാഷയിൽ പറയുമ്പോൾ ലൈസൻസ് ഇല്ലാത്തൊരു സാധനമാണ്. എല്ലൊന്നും നരമ്പൊന്നും ഇല്ലാലോ, നാവിന് എല്ലില്ലാലോ, എങ്ങനെ വേണമെങ്കിലും വളയും. എന്തും നമുക്ക് പറയാം. നല്ലോണം ശ്രദ്ധിക്കണം. ആഖിർ സമാനിലാണ് നാം ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വമാ തദ്രി നഫ്സുൻ മാദാ തഖ്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, മാ തദ്രി നഫ്സുൻ മാദാ തഖ്സിബു ഗദൻ. നാളത്തെ ദിവസം ഞാൻ എന്തു ചെയ്യുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയുകയില്ല. ഇന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ ആ ചെയ്തതൊക്കെയും നമുക്ക് ഭാഗ്യമാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ഇൽമിന്റെ മജ്‌ലിസിലിരിക്കുന്ന ഉമ്മവങ്ങന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നാം വീട്ടിലെത്തുമെന്നതെനിക്ക് നമുക്ക് ഗ്യാരണ്ടിയുണ്ടോ? വീട്ടിൽ ഞാൻ എത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇല്ല. എനിക്ക് നാളത്തെ ദിവസം എന്തു ചെയ്യുമെന്ന് നിനക്ക് പറയാൻ കഴിയില്ല. നാം പലപ്പോഴും പറയും, ഇൻഷാ അല്ലാഹ് നാളെ വരാം, മറ്റേന്ന് വരാം, നാളെ ചെയ്യാം, മറ്റേന്നാൾ ചെയ്യാം. പറച്ചല് മാത്രമാണ്. പക്ഷേ അത് ചെയ്യുമെന്ന് ഒരാൾക്കും ഉറപ്പില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ചാണ് നീ മരിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയൂല. അല്ലാഹുവേ, പാവങ്ങളായ ഞങ്ങൾക്ക് നല്ലൊരു മരണം നീ തന്നനുഗ്രഹിക്കണം അല്ലാഹ്. ദിവസവും നാം കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും അപകട മരണങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളാണ്. പക്ഷേ ഇതൊക്കെയും കേൾക്കുന്നതും കാണുമ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വന്നില്ലല്ലോ. പാവപ്പെട്ട ഞാൻ ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മയ്യത്തങ്ങ് ഖബറിലങ്ങ് കൊണ്ടുപോയി വെച്ചാൽ അല്ലാ എങ്ങനെയാ ഞാൻ ഖബറിൽ കിടക്കുമെന്ന് നമുക്കൊരാൾക്കും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ. അതിനുള്ള സമയം നമുക്കില്ലല്ലോ. നമുക്കാരോളോരൊക്കെയും മറ്റുള്ളവൻ്റെയൊക്കെയും കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അയാൾ മരിച്ചു, അവൻ മരിച്ചു, അയാൾക്ക് സുഖമില്ലാതെ കിടക്കുന്നു എന്ന്. അതൊക്കെയും നാം ഇങ്ങനെ നന്നായി സംസാരിക്കുന്നു. പക്ഷേ എനിക്ക് ഈ അവസ്ഥ വരുമോ, എൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരാൾക്കും പറയാൻ കഴിയുന്നില്ലല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ വളരെ വിനയത്തോടുകൂടെ എൻ്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നു, ഇന്നലെ വരെ, കഴിഞ്ഞ ദിവസങ്ങൾ വരെ നിങ്ങൾ ഈ മഹത്തായ ക്ലാസ്സുകൾ, ഈ മഹത്തായ വയലിൻ്റെ സദസ്സ്, ഈ വനിതാ ക്ലാസ് കേട്ടപ്പോ ഇതിൽ ഒരുപാട് ഇൽമുകൾ നിങ്ങൾ പഠിച്ചു. ആ പഠിച്ച ഇൽമുകളൊക്കെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? നമുക്ക് കഴിഞ്ഞു കിടന്ന ഉസ്താദന്മാർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അതിന്റെ പുറമെ ഇന്ന് നമ്മുടെ ഉപ്പാപ്പന്മാർക്കൊക്കെയും പടച്ച റബ്ബിനോട്, അല്ലാഹുവേ എനിക്കത് അറിയില്ലായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് രക്ഷപ്പെടാമായിരിക്കാം. നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് അല്ലാഹ് എനക്ക് അറിയാലാഞ്ഞ റബ്ബേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. കാരണം ഇങ്ങനെ ഉസ്താദന്മാരും വയലുമുണ്ട്. കരണ്ടിന്റെ കമ്പം പോലെ ആടാടെ ഉസ്താദന്മാർ. നമുക്കറിയാത്തത് അവരോട് ചോദിക്കാലോ, അവരോട് ചോദിച്ചു പഠിക്കാലോ. അതിനൊന്നിനും നമുക്ക് സമയമില്ല. അതിന്റെ പുറമെ നമ്മളൊക്കെ തന്നെ ഗൂഗിൾ ഉപ്പാപ്പുണ്ട്. ഗൂഗിൾ ഉപ്പാപ്പാട് കേട്ടെങ്കിൽ എല്ലാം പറഞ്ഞു തരും. ഒന്നിനും ഇന്നൊരു ബേജാറാവേണ്ട ആവശ്യമില്ല. നല്ല വയല് പറയാൻ നിങ്ങൾക്കും കഴിയും. എല്ലായിലുണ്ട്, എല്ലാം അറിയും. പക്ഷേ ഒന്നും അറിയാത്തവരെല്ലാം എല്ലാം നന്നായി അറിയുന്നുണ്ട്. പക്ഷേ നമുക്ക് ജീവിതം ധന്യമാക്കാൻ കഴിയുന്നില്ല. ജീവിതം ധന്യമാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിൽ അതങ്ങ് പ്രാവർത്തികമാക്കിയാൽ
നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹുവേ ധാരാളം ഖൈർ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങളാണ്, നമ്മുടെ മക്കളുടെ വിഷമമാണ്, എന്തെല്ലാം പ്രയാസങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് പടച്ചുറപ്പ് ചെയ്ത അനുഗ്രഹത്തിന് നമുക്ക് ചിന്തിക്കാനുള്ള സമയങ്ങളില്ല. അതിനുവേണ്ടി നാം സമയം കണ്ടെത്തുന്നില്ല. ചെറിയ ന്യൂനതകള്, ചെറിയ പ്രയാസങ്ങൾ, അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എത്ര കാലമായി ദ്വാരക്കുന്നത്, ദ്വാരക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. നാം പലരും പറയുന്നതാണ്, എത്ര കാലമായി ഉസ്താദ് ദ്വാരക്കുന്ന, എന്തു കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ ഉമ്മ, കഴിഞ്ഞ 2 മാസം അള്ളാഹു നമുക്ക് ദുആക്ക് ഇജാബത്ത്, ദുആക്ക് ഉത്തരം തന്നതിന് ഞാൻ ഒറ്റൊരു ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2 മാസം നാം ദ്വാരുന്നു, اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ റജബിലും ഷഹബാനിലും ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. റജബിൽ പട്ടിണി കിടന്നവർ എന്റെ സദസ്സിൽ ഏതെങ്കിലും ഒരു ഉമ്മവങ്ങളുണ്ടോ? ഷാബാനിൽ പട്ടിണി കിടന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് നല്ല ഭക്ഷണങ്ങൾ പടച്ച റബ്ബ് തന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് അല്ലാഹു നൽകിയില്ലേ? എന്നിട്ട് വിശുദ്ധ റമദാൻ റബ്ബ് നമുക്ക് തന്നില്ല ഉമ്മ. എന്തേ? നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകിയത് കൊണ്ടല്ലേ, ഉത്തരം നൽകിയത് കൊണ്ടല്ലേ നമുക്ക് പടച്ച റബ്ബ് വിശുദ്ധ റമദാൻ തന്നത്. റമദാനിന്റെ തലേ ദിവസം, റമദാനിന്റെ 1 ദിവസം മുമ്പ് മരണപ്പെട്ടവർ എത്ര ആളായി ലോകത്തുള്ളത്? റമദാൻ തുടക്കത്തിൽ വരിച്ചവർ എത്രയായി ഈ ലോകത്തുള്ളത്? മറിച്ച് അല്ലാഹു നമ്മളെ ദുആന സ്വീകരിച്ച് വിശുദ്ധ റമദാൻ നമ്മൾക്ക് തന്നല്ലോ. അല്ലാഹുവേ ഇബാദത്തുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കാൻ ഈ വിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യണം. ഒരുപക്ഷെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, നമ്മൾ നിസ്കരിച്ച നോമ്പ്, നാം നോക്കുന്ന നോമ്പ്, വിശുദ്ധ ഖുർആൻ, ദിക്റുകള്, ഇതൊക്കെയും മറ്റുള്ളവന്റെ ഗീബത്തും നമീമത്തും പറഞ്ഞതുകൊണ്ട് അവനിക്ക് വീതിച്ചു കൊടുക്കേണ്ടി വന്നേക്കാം. എങ്കിൽ 2 കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആ 2 കാര്യം ജീവിതത്തിൽ ഒരാൾ ചെയ്താൽ അവന്റെ ഒരു പ്രവർത്തനങ്ങളെ കൊണ്ടും അതിനെ വാത്തിരാക്കി കളയാൻ കഴിയുകയില്ല. ചിലപ്പോൾ നാം ഓതിയ ഖുർആൻ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞതുകൊണ്ട് അവനിക്ക് കൊടുക്കണം എന്ന് വന്നേക്കാം. നോമ്പും അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വന്നേക്കാം. പക്ഷേ 2 കാര്യം, ആ 2 കാര്യം അങ്ങനെ തന്നെ ബാക്കിയുള്ള 2 കാര്യമാണ്. അത് നമ്മുടെ ഉമ്മമാര് പലരും ചെയ്യുന്നുണ്ട്, നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം. ഒന്ന് സ്വലാത്താണ്. ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഇദയ്യക്ഫീക ഹമ്മുദ്ദുനിയാ വഹമ്മുൽ ആഖിറ. ദുനിയാവിന്റെ പ്രശ്നത്തിനും ആഖിറത്തിന്റെ പ്രശ്നത്തിനും പരിഹാരം സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ധാരാളം സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റൊരു സംഭവം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ പള്ളിയിൽ ഇങ്ങനെ സുബഹി നിസ്കാരവും കഴിഞ്ഞ് മുതഅല്ലിമീങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി മഹാനവകൾ ഇരിക്കുന്ന സമയത്ത് ഒരു ഉമ്മങ്ങ് കടന്നു വരുന്നു. ആ ഉമ്മ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുള്ള ആ പള്ളിയുടെ ഉമ്മരത്തിങ്ങനെ നിൽക്കുന്നു. നിന്നിട്ട് വല്ലാത്ത കരച്ചിലാണ്. ഉമ്മ ഇങ്ങനെ കരയുന്നു. ആ സമയത്ത് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല ഉമ്മ,
എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്ത് പ്രയാസമാണ് ഉമ്മ നിങ്ങൾക്കുള്ളത്? പക്ഷേ ഉമ്മാക്ക് പറയാൻ കഴിയുന്നില്ല. ഉമ്മാക്ക് പറയാൻ കഴിയുന്നില്ല. ഉമ്മ ഇങ്ങനെ കരയുന്നു. മഹാനവറുകൾ വീണ്ടും ചോദിച്ചു, അല്ല ഉമ്മ, എന്ത് പ്രയാസമാണുമ്മ നിങ്ങൾക്കുള്ളത്? എന്ത് പ്രശ്നമാണുമ്മ നിങ്ങൾക്കുള്ളത്? നമുക്ക് പരിഹാരം കണ്ടെത്താമുമ്മ എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ അങ്ങ് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ഏക മകളായിരുന്നുണ്ടായിരുന്നത്, ഒരു പൊന്നുമോളാ എനിക്കുണ്ടായിരുന്നത്. അവൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു ഉസ്താദേ. എന്റെ പൊന്നുമോള് മരണപ്പെട്ടിട്ടുണ്ട് ഉസ്താദേ. ആ മകളുടെ കണ്ടിട്ട് എനിക്ക് എന്റെ കണ്ണുനീർ, എനിക്ക് എന്റെ പൊന്നുമോളെ കണ്ടിട്ട് കൊതി തീർന്നില്ല ഉസ്താദേ. എന്റെ പൊന്നുമോളെ എനിക്ക് കാണണം ഉസ്താദേ. മരണപ്പെട്ടു പോയ എന്റെ പൊന്നുമോളെ എനിക്ക് എങ്ങനെയാ കാണാൻ കഴിയുക? എനിക്ക് കണ്ടേ തീരൂ ഉസ്താദേ എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ആ ഉമ്മ അങ്ങ് പറഞ്ഞു കരഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഉമ്മ, മരണപ്പെട്ടുപോയ മകളെ ഇനി നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയും. പക്ഷേ ഉമ്മാക്ക് കാണണ്ട, ഉമ്മാക്ക് മകളെ കാണേണ്ടതില്ല. ഉമ്മ, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ. മകളെ കാണണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. മരണപ്പെട്ടു പോയ മകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. മകളെ കാണണമെന്ന് നിങ്ങൾ പറയണ്ട ഉമ്മ എന്ന് പറഞ്ഞപ്പോ ഉമ്മ വീണ്ടും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്കെന്റെ മകളെ കണ്ടിട്ടല്ലാതെ എനിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോൾ എനിക്ക് കണ്ടേ തീരൂ. ഇതങ്ങ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ വന്ന ആ ഉമ്മ അങ്ങ് വാശി പിടിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല, നിങ്ങൾ കരയേണ്ടതില്ല. മരണപ്പെട്ടു പോയ മകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്മ. നിങ്ങൾ വീട്ടിലേക്ക് പോകണം. നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് അങ്ങ് ചൊല്ലണം. നിങ്ങളെ കണ്ണിലേക്ക് വറക്കം പിടിക്കുന്നത് വരെ റസൂലുള്ളാഹിന്റെ പേരിൽ അങ്ങ് സ്വലാത്ത് ചൊല്ലി കിടന്നുറങ്ങിയാൽ മരണപ്പെട്ടു പോയ മകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമ. ഇതങ്ങ് കേട്ടപ്പോ വളരെ സന്തോഷത്തോടുകൂടി, വളരെ റാഹത്തോടുകൂടി ആ ഉമ്മ അതാ വീട്ടിലേക്ക് പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അതേ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നു. കണ്ണിലേക്ക് വറക്കം പിടിക്കുന്നത് വരെ റസൂലുള്ളാഹിന്റെ പേരിൽ അങ്ങ് സ്വലാത്ത് ചൊല്ലുന്നു. ചൊല്ലി 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 ആ ഉമ്മ അങ്ങ് ഉറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. പാതിരാത്രിയായപ്പോ ഉമ്മ അങ്ങ് ഞെട്ടി ഉണരുന്നു. ആർത്ത് വിളിച്ച് കരയുന്നു. ഉമ്മ ഇങ്ങനെ ആർത്ത് വിളിച്ച് വീട്ടിലെങ്ങ് കരയുന്നു. ഉമ്മാനെ സമാധാനിപ്പിക്കാൻ ആ വീട്ടിലാരുമില്ല. ഉമ്മ കരഞ്ഞു 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 കരഞ്ഞ് നേരം വെളുക്കുന്നത് വരെ ഉമ്മ അങ്ങ് കരയുന്നു. സുബ്ഹാനല്ലാഹ്. വാങ്ക് വിളിക്കുന്നു, സുബ്ഹി ബാങ്ക്. പെട്ടെന്ന് ഉമ്മങ്ങ് നിസ്കരിക്കുന്നു. നിസ്കാരവും കഴിഞ്ഞ് വീണ്ടും ഓടുകയാണ് ഇലാ ഹദ്റത്തി ഹസനുൽ ബസ്രി. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. ആ ഓടിച്ചെന്ന് ആ സമയത്ത് പിറ്റേ ദിവസവും ഉസ്താദിദാ മുതഅല്ലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി അതേ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താ ഉമ്മ എത്തുന്നത്. ഉമ്മ അതാ പള്ളിയുടെ ഉമ്മറത്തിരുന്നിങ്ങനെ കരയുന്നു. ഇന്നലത്തെ പോലത്തെ ഉമ്മയല്ല, ഇന്നലത്തെ ദുഃഖമല്ല ഇന്നുമ്മക്കുള്ളത്. ഉമ്മാർത്ത് വിളിച്ച് കരയുന്നു. ആ സമയത്ത് അവിടെ നിന്ന് ചോദിച്ചു, അല്ല ഉമ്മ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്?
എന്തേ ഇന്നലത്തേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇന്ന് ടെൻഷൻ ഉണ്ടല്ലോ? എന്തേ ഇത്രയും ടെൻഷനോ? എന്തേ ഇത്രയും നിങ്ങൾക്ക് പ്രയാസമെന്ന് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ഉമ്മാക്ക് പറയാൻ കഴിയുന്നില്ല. ഉമ്മാക്ക് പറയാൻ കഴിയുന്നില്ല. ഉമ്മ തേങ്ങി തേങ്ങി കരയുന്നു. ഈ കരച്ചടങ്ങ് കേട്ടപ്പോ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് കരയുന്നു. എന്നിട്ട് ഉമ്മ അവിടുന്ന് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞതുപോലെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഞാൻ സ്വലാത്തു ചൊല്ലി. ഞാൻ ഉസ്താദ് പറഞ്ഞതുപോലെ കണ്ണിലേക്ക് ഉറക്കം പിടിക്കുന്നത് വരെ സ്വലാത്ത് അങ്ങ് ചൊല്ലി 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 ഞാൻ ഉറങ്ങിയതാണ്. ഉസ്താദ് പറഞ്ഞതുപോലെ എൻ്റെ മരണപ്പെട്ടു പോയ പൊന്നുമോളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഉസ്താദേ. പക്ഷേ ആ രംഗം വല്ലാത്ത വേദനിക്കുന്ന രംഗമാണ്. എൻ്റെ പൊന്നുമകളുടെ കവുത്തിൽ നരകത്തിൻ്റെ കുടുക്ക് ചങ്ങലിട്ടിരിക്കുകയാണ്. അല്ലാ അല്ലാ തീയാൽ ആളിക്കത്തുകയാണ് പൊന്നുമോളുടെ ഖബർ. ഇതങ്ങ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവോടങ്ങ് പറഞ്ഞപ്പോ മഹാനവറുകളങ്ങ് കരഞ്ഞുപോയി. മഹാനവറുകൾ ഇത് കേട്ട സമയം അങ്ങ് കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കരഞ്ഞു. ആ ഉമ്മ അങ്ങതെ ഉമ്മാക്ക് മറുപടി പറയാനും ആരഹുകൾക്ക് കഴിയുന്നില്ല. എന്ത് പറയണമെന്നറിയുന്നില്ല. മൂപ്പർ കരഞ്ഞിട്ട് അവിടെ നിന്ന് ബോധം കെട്ട് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു രാത്രിയായപ്പോൾ രാത്രി ഇങ്ങനെ കിടന്നു. രാത്രി ഇങ്ങനെ ടെൻഷനിലൂടെ മഹാനവറുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് നല്ല സ്വപ്നത്തിലൂടെ ഒരു സുന്ദരിയായ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ചയാ കാണുന്നത്. ആ സമയത്ത് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടുത്തെ കറാമത്ത് കൊണ്ട് സ്വപ്നത്തിൽ കണ്ട പെണ്ണിനോട് ചോദിച്ചു, മന്നന്തി, നീ ആരാണ് മോളെ? നീ ആരാണ് മോളെ എന്ന് ആ പെണ്ണിനോടങ്ങ് ചോദിച്ചപ്പോ ആ പെണ്ണ് മഹാനവറുകൾക്കുള്ള കറാമത്ത് കൊണ്ട് സ്വപ്നത്തിലങ്ങ് സംസാരിക്കുന്നു. ആ പെണ്ണ് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടെ അടുക്കൽ ഇന്നലെ ഒരു ഉമ്മ വന്നില്ലേ? ആ ഉമ്മാന്റെ മകളാണ് ഞാൻ. ആ ഉമ്മാന്റെ മകളാണ് ഞാനെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, മോളെ, ഉമ്മ ഇന്നും വന്നിട്ടുണ്ട്. ഇന്നുമ്മ വന്നിട്ട് പറഞ്ഞത് നീ നരകാവകാശിയാണ്. നിന്റെ കബറിൽ നരകത്തിന്റെ തീയാൽ നുറക്കപ്പെട്ടിട്ടുണ്ട്, ആളിക്കത്തുന്നുണ്ട് എന്നാണ് ഉമ്മ ഇന്ന് വന്ന് പറഞ്ഞത്. പക്ഷേ നിന്നെ ഞാൻ കാണുന്നത് വളരെ സന്തോഷത്തോടുകൂടിയല്ലേ നീ ഇന്ന് ഇരിക്കുന്നത്. എന്റെ മോളെ, നിനക്കെന്ത് സംഭവിച്ചു എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ ഉമ്മയോട് ചോദിച്ചപ്പോൾ, ആ പെണ്ണിനോടങ്ങ് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, അതേ ഉസ്താദേ, ഉമ്മ പറഞ്ഞത് ശരിയാണ്. ഉമ്മ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇന്നലെ വരെ നരകാവകാശിയായിരുന്നു. എൻ്റെ കവത്തിൽ നരകത്തിൻ്റെ കുടുക്ക് ചങ്ങലയിട്ടിരുന്നു. നരകത്തിൻ്റെ തീയാൽ എൻ്റെ ഖബറ് തുറക്കപ്പെട്ടിരുന്നു, ആളിക്കത്തിരുന്നു ഉസ്താദേ. ആ വേദനയിൽ ഞാനിരിക്കുന്ന സമയത്ത് ഇന്നലെ ഞങ്ങളെ ഖബർസ്ഥാനിയിലേക്ക് ഒരു ഇൽമു പഠിക്കുന്ന മുതഅല്ലിം അങ്ങ് വന്നു. സുബ്ഹാനല്ലാഹ്. ആ മുതഅല്ലിം അങ്ങ് വന്ന് ഞങ്ങളുടെ ഖബർസ്ഥാനിലങ്ങ് നിന്ന് റസൂലുള്ളാഹിന്റെ പേരിലങ്ങ് സ്വലാത്ത് ചൊല്ലി. ആ സ്വലാത്തിനെ മുൻനിർത്തി ആ പൊന്നുമോനങ്ങ് ദ്വാരുന്നു ഉസ്താദേ. ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്
ഈ ഖബർസ്ഥാനിൽ ആരെങ്കിലും നരകശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നീ ഉയർത്തണം അല്ലാഹ് എന്ന് ആ മുതഅല്ലിമങ്ങ് ദുആയിരുന്നപ്പോ അല്ലാഹ് ദുആഇനെ സ്വീകരിച്ചു ഉസ്താദേ. ഞാൻ മാത്രമല്ല, ആ ഖബർസ്ഥാനിൽ 550 പേരായിരുന്നു നരകശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ആ മുതഅല്ലിമ വന്നത് ആയിരുന്നപ്പോ അല്ലാഹു നരകത്തിന്റെ ശിക്ഷയെ ഉയർത്തിയതാണ്. ഞാൻ മാത്രമല്ല, 550 പേര് നരകശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്നു. ആ മുതഅല്ലിമങ്ങ് വന്നതു ആയിരുന്നപ്പോ ഞങ്ങളുടെ നരകത്തിന്റെ ശിക്ഷ പടച്ചറബ് ഉയർത്തിയതാണ്. എന്റെ ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അതാണ് മഹാന്മാര് പറഞ്ഞത്, ഇദയ്യക്ക് ഫീക അമ്മുദ്ദുന്യാ ദുനിയാവിന്റെ പ്രശ്നത്തിനിക്കും ആഖിറത്തിന്റെ പ്രശ്നത്തിനിക്കും സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് പരിഹാരമാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ആ ഉമ്മക്ക് മരണപ്പെട്ടു പോയ മകളെ കാണണം. അതിന് സ്വലാത്ത് ചൊല്ലി മകളെ സ്വപ്നത്തിൽ കണ്ടു. ഖബറിൽ നരകശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്നു. മുതഅല്ലിമ വന്ന് ആ സ്വലാത്തിനെ മുൻനിർത്തി ദുആയിരുന്നപ്പോ അല്ലാഹു ദുആക്കങ്ങ് ഉത്തരം നൽകി. സ്വലാത്ത് ചൊല്ലി ദുആയിരുന്നാൽ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. അപ്പൊ എല്ലാ പ്രശ്നത്തിനും പരിഹാരം സ്വലാത്താണ്. ധാരാളം സ്വലാത്തങ്ങ് ചൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ധാരാളം ചൊല്ലണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. എത്രയാ റസൂലുള്ളാഹി നമ്മളെ സ്നേഹിച്ചത്. എല്ലാ സമയത്തും റസൂലുള്ളാഹിക്ക് ഓർമ്മ നമ്മളത് മാത്രമാണ്. ഒറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വരികയാണ്. എല്ലാ ദിവസത്തെ പോലെയല്ല ജിബ്രീലിന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷനാ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. എന്തോ ഒരു ടെൻഷനാണ് റസൂലുള്ളാഹി ജിബ്രീലിന്റെ മുഖത്ത് കാണുന്നത്. ചോദിച്ചു, അല്ല ജിബ്രീലെ, മുഖത്തെന്തേ ഒരു വല്ലായ്മ, മുഖത്തെന്തേ ഒരു ടെൻഷന്, മുഖത്തെന്തേ ഒരു വിഷമം? ഇതങ്ങ് ചോദിച്ചപ്പോ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടങ്ങ് ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് പടച്ച റബ്ബ് നരകമങ്ങ് വെളിവാക്കി തന്നു. ആ നരകമങ്ങ് വെളിവാക്കി തന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനെ ശിക്ഷിക്കുന്ന രംഗം എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു നബിയേ. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു നബിയേ. ഇതങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതങ്ങ് വിശദീകരിച്ച് റസൂലുള്ളാഹിക്ക് കൊടുക്കുന്നു. നബിയേ, അദ്ദേഹത്തിന്റെ നന്മയും തിന്മയും തൂക്കുകയാണ്. നന്മ തൂക്കിയപ്പോ നന്മ കുറവാണ്, തിന്മ കൂടുതലാണ്. നന്മ കുറയുകയും തിന്മ കൂടുകയും ചെയ്തപ്പോ സബാനിയാക്കളായ മലായിക്കത്തിനോട് പടച്ച റബ്ബ് പറയുകയാണ്, അദ്ദേഹത്തിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഓർഡർ ഇടുന്നു.
ചുരുക്കി പറയട്ടെ, സബാനിയാക്കളായ മലായിക്കത്തതാ നരകത്തിന്റെ കുടുക്ക് ചങ്ങലയുമായി ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് വന്നു നബിയേ. ആ ചെറുപ്പക്കാരന്റെ അടുത്തോ ആ നരകത്തിന്റെ കുടുക്ക് ചങ്ങലയുമായി വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വായങ്ങ് തുറക്കുകയാണ്. അദ്ദേഹത്തിന്റെ തൊള്ള ഇങ്ങനെ തുറക്കുന്നു. ആ തൊള്ളയിലേക്ക്, ആ വായയിലേക്ക് നരകത്തിന്റെ കുടുക്ക് ചങ്ങല ഇങ്ങനെ താഴ്ത്തുകയാണ് നബിയേ, താഴ്ത്തുകയാണ്. ആ സമയത്ത് അദ്ദേഹം ആർത്ത് വിളിച്ചു കരഞ്ഞു നബിയേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വീണ്ടും വിശദീകരിച്ചു കൊടുക്കുന്നു. അതേ, ആ തൊണ്ടയിലൂടെ താഴ്ത്തിയ കുടുക്ക് ചങ്ങല അദ്ദേഹത്തിന്റെ പിന്തുവാരത്തിലൂടെ അങ്ങ് വലിച്ചെടുത്തു നബിയേ. ആ വലിച്ചെടുത്ത സമയത്ത് അദ്ദേഹത്തിനിക്ക് താങ്ങാൻ കഴിയാതെ ആർത്ത് വിളിച്ചു കരയുകയാണ് നബിയേ. എന്നിട്ടോ സബാനിയാക്കളായ മലായിക്കത്ത് നിർത്തുന്നില്ല. അദ്ദേഹത്തിന്റെ കൈയും കാലും ആ കയറുകൊണ്ട്, ആ കുടുക്ക് ചങ്ങല കൊണ്ടങ്ങ് കെട്ടുകയാണ്. കയ്യും കാലും അങ്ങ് കെട്ടുന്നു. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിക്കണം എൻ്റെ പൊന്നുപെങ്ങളെ. വായിലങ്ങ് താഴ്ത്തി പിന്തുവാരത്തിലൂടെ വലിച്ചെടുത്ത കുടുക്ക് ചങ്ങല അതിലേക്ക് കയ്യും കാലും പിടിച്ചങ്ങ് കെട്ടുന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം അങ്ങ് ആർത്ത് വിളിച്ചു കരയുന്നു നബിയെ. സബാനിയാക്കളായ മലായിക്കതൊന്നും കേൾക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിന് മഹ്ശറയുടെ മുറ്റത്തുനിന്ന് നരകത്തിലേക്ക് അങ്ങ് വലിച്ചു കൊണ്ടുപോയി നബിയെ. സുബ്ഹാനല്ലാഹ്, മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടങ്ങ് പറയുന്നു നബിയേ. അദ്ദേഹത്തിന് മഹ്ശറിയുടെ മുറ്റത്ത് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള തോലുകൾ കത്തിച്ചാമ്പലാകുന്നു, കരിഞ്ഞു പോകുന്നു. ആർത്ത് വിളിച്ചു കരഞ്ഞു നബിയേ. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പെങ്ങളെ, മഹ്ശറിയുടെ മുറ്റമേതാണ്? ഉഫാത്തൻ ഉറാത്തൻ ഉർലാ, കാളിക്ക് ചെരിപ്പില്ലാതെ നഗ്നരായി ഞാനും നിൽക്കണം, ഞാനും നിങ്ങളും നിൽക്കേണ്ട സ്ഥലമാ മഹ്ശറിയുടെ മുറ്റം. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് വിശദീകരിക്കുന്നു. വലിച്ചാണ് മുകളിലാണ് സൂര്യൻ ഉദിക്കുന്നത്. നിന്റെ തലക്ക് മുകളിലുള്ള ലൈറ്റ് ഉണ്ടല്ലോ, അതിനേക്കാളും താഴെയാ സൂര്യന്റെ ഉദയം. ആ സൂര്യൻ ഉദിക്കുന്ന വലിച്ചാണ് മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോ ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയൂരല്ലോ. ചെമ്പിന്റെ തകിടാണ് മഹ്ശറിയുടെ മുറ്റം. ആ ചെമ്പിന്റെ തകിടിലേക്ക് സൂര്യന്റെ ആ ചൂടുകൊണ്ട് അല്ലാ അല്ലാ, അതേ ആ നിലം കത്തിങ്ങനെ ഇരുണ്ടിരിക്കും, കത്തിച്ചാമ്പലായിട്ടിരിക്കും. അതിന്റെ മുറ്റത്താ, അതിന്റെ മുകളിലാ ചെരുപ്പില്ലാതെ ഞാനും നിങ്ങളും നിൽക്കേണ്ടത്. റസൂലുള്ള വിശദീകരിക്കുന്നു, ഭൗതിക ലോകത്ത് ചെയ്തു പോയ തെറ്റ്, ആ തെറ്റിന്റെ കണക്കനുസരിച്ച് അവൻ വേർപ്പിൽ മുങ്ങുന്ന സമയമാണ് മഹ്ശറിയുടെ മുറ്റം. ഈ ചൂടത്ത് സുബ്ഹാനല്ലാഹ് വേർപ്പിങ്ങനെ വരും. ആ വന്ന വേർപ്പ് ഞാൻ എത്ര തെറ്റാണോ ചെയ്തത്, ആ തെറ്റിന്റെ കണക്കനുസരിച്ച് വേർപ്പിലിങ്ങനെ മുങ്ങിക്കുളിക്കുകയാണ്. വിശദീകരിച്ച് തരുന്നു, ഞെരിയാണി വരെ വേർപ്പുള്ളവരുണ്ട്, കാൽമുട്ട് വരെ വേർപ്പുള്ളവരുണ്ട്, അരവരെ വേർപ്പുള്ളവരുണ്ട്, നെഞ്ച് വരെ വേർപ്പുള്ളവരുണ്ട്, കവുത്ത് വരെ വേർപ്പുള്ളവരുണ്ട്, മുഴുവനും മുങ്ങിയവരുമുണ്ട്. അല്ലാ അല്ലാ, എൻ്റെ വേർപ്പ്, നമ്മുടെ ഓരോരുത്തന്റെ വേർപ്പും അങ്ങോട്ടേക്ക് നീങ്ങിപ്പോകുന്നതല്ല മഹ്ശറിയുടെ മുറ്റം. അവന്റെ ചുറ്റും ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. ഓ എൻ്റെ പെങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന
ചോദിക്കുന്ന ഉമ്മ, ഞാനങ്ങ് ചോദിക്കട്ടെ, ആ മഹ്ശറിയുടെ ചൂടത്ത് ആ ഉപ്പുള്ള വെള്ളമല്ലേ വേർപ്പിന്റെ വെള്ളം, അതിലേക്കങ്ങ് ആ സൂര്യന്റെ ചൂടുകൊണ്ട് ആ വെള്ളം ഇങ്ങനെ തളക്കുന്നു. ആ തളക്കുന്ന വെള്ളത്തിലാ മനുഷ്യൻ നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അരവരെയും തലവരെയും കൗത്തുവരെയും വേർപ്പിലുള്ള ആ മനുഷ്യന് ആ തളക്കുന്ന വെള്ളത്തിലങ്ങ് നിൽക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചോ. എന്റെയും നിന്റെയും അവസ്ഥ എന്താണ്? അവിടെ നിൽക്കാതെ നമുക്ക് രക്ഷയില്ലല്ലോ. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് തെറ്റുകൾ നീ ചെയ്ത് ജീവിച്ചവനാണ് എങ്കിൽ എത്രയായിരിക്കും നിന്റെ തെറ്റ്? അതിന്റെ കണക്കനുസരിച്ച് ആ വേർപ്പിന്റെ വെള്ളത്തിന് ഉപ്പ് വെള്ളമാ പൊന്നുപെങ്ങളെ, നിന്റെ വേർപ്പ് ഉപ്പല്ലേ? ആ ഉപ്പ് വെള്ളമാ അവിടെ നിൽക്കുന്നത്. അതിങ്ങനെ തളച്ച് മറിയുമ്പോ അതിൽ നീ ഇങ്ങനെ നിൽക്കേണ്ടതുണ്ട് കേട്ടോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അർശിന്റെ തരൽ നൽകി അനുഗ്രഹിക്കണമല്ലോ. ചെയ്തു പോയ പാവം ഈ വിശുദ്ധ മാസത്തിൽ ഞങ്ങൾക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കണമല്ലോ. ഇനിയുള്ള ദിവസമെങ്കിലും ജീവിതം ധന്യമാക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമല്ലോ. ഇതൊരു കഥയല്ല പൊന്നുപെങ്ങളെ പറഞ്ഞത്, ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട രംഗമാ പറഞ്ഞത്. നമ്മുടെ തെറ്റിന്റെ കണക്കനുസരിച്ച് ആ വേർപ്പിലങ്ങ് മുക്കേണ്ടിരിക്കേണ്ടതുണ്ട്. വാഹുവേ, ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം അല്ലാഹ്. ആ മഹ്ശറയുടെ മുറ്റത്ത് ഞാൻ വിഷയത്തിലേക്ക് തന്നെ കടക്കുന്നു. ആ മഹ്ശറയുടെ മുറ്റത്ത് നബിയെ ആ മനുഷ്യനെ അങ്ങ് വലിച്ചു കൊണ്ടുപോകുമ്പോ അവന്റെ ശരീരത്തിലുള്ള തോലുകളൊക്കെയും മഹ്ശറയുടെ മുറ്റത്തങ്ങ് ഒട്ടിപ്പിടിച്ച് അദ്ദേഹം ഇങ്ങനെ ആർത്ത് വിളിച്ച് കരയുന്നു. എന്റെ പൊന്നുപെങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, വിശുദ്ധ റമദാനിന്റെ അത്താഴത്തിനും നോമ്പ് തുറക്കാൻ വേണ്ടി 10 ചൂടുന്ന പെങ്ങളെ, ആ ചൂടുള്ള തവയിലേക്കൊന്ന് നിന്റെ കൈവെക്കാൻ നിനക്ക് കയ്യോ മോളെ? ഇല്ലല്ലോ. ആ കത്തിച്ചൂടായ ആ തവയിലേക്ക് അല്പസമയം നിന്റെ കൈവച്ച് നിൽക്കാൻ നിനക്ക് കയ്യൂലല്ല മോളെ. എങ്കിൽ ആ മഹ്ശറയുടെ ആ മുറ്റത്ത് ഇങ്ങനെ തീ ഇങ്ങനെ കത്തി, ആ ചെമ്പിന്റെ തകടിങ്ങനെ കത്തി കത്തി ചോന്നിങ്ങനെ നിൽക്കുന്ന ആ മഹ്ശറയുടെ മുറ്റത്ത് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ആർത്തി വിളിച്ചു കരഞ്ഞു നബിയേ. എന്നിട്ടോ നരകത്തിന്റെ അടുത്തേക്ക് അങ്ങ് എത്തിയപ്പോ അദ്ദേഹത്തിനെ നരകത്തിലേക്ക് വലിച്ചിടുന്നില്ല നബിയേ. അദ്ദേഹത്തിനെ നരകത്തിലേക്ക് തള്ളിയിടുന്നില്ല, മറിച്ച് നരകത്തിന്റെ ചുറ്റുമിങ്ങനെ കറക്കുകയാണ്, ചുറ്റുമിങ്ങനെ നടത്തുകയാണ്. ആ സമയത്ത് അദ്ദേഹം ആർത്ത് വിളിച്ച് കരഞ്ഞുകൊണ്ട് സബാനിയാക്കളായ മലായിക്കത്തിനോട് പറഞ്ഞു, നബിയേ, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല, ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്നെ ഒന്ന് നരകത്തിലേക്ക് അങ്ങ് തള്ളിയിടണേ, എന്നെ നരകത്തിലേക്കൊന്ന് നിങ്ങൾ തള്ളിയിടണം, ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഇതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് സബാനിയാക്കളായ മലായിക്കത്തിനോടങ്ങ് പറഞ്ഞപ്പോ മലായിക്കത്ത് പറഞ്ഞു, നബിയേ, മോനെ, നിന്നെ നരകത്തിലേക്ക് ഇടാനുള്ള സമയമായിട്ടില്ല, റബ്ബിന്റെ ഓർഡർ വന്നിട്ടില്ല, നീ നരകത്തിൽ പോയി അനുഭവിക്കേണ്ട ശിക്ഷ ഇവിടെ നിന്നങ്ങ് നോക്കി ആസ്വദിച്ച മോനെ, നീ ഇങ്ങനെ നോക്കി നിന്ന മോനെ എന്ന് അവനോട് പറഞ്ഞു നബിയേ. എന്നിട്ട് സബാനിയാക്കളായ മലായിക്കത്ത് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, അല്ല മോനെ, നീ ഏത് സമുദായത്തിൽപ്പെട്ടവനാണ് മോനെ? നീ ഏത് സമുദായത്തിൽപ്പെട്ടവനാണ്? ഇതങ്ങ് ചോദിച്ചപ്പോ അവനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല നബിയേ.
സബാനിയാക്കളായ മലായിക്കത്ത് ഗൗരവത്തോടുകൂടി ചോദിച്ചു, നീ ഏത് സമുദായത്തിൽപ്പെട്ടവനാണോ? ഇതങ്ങ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നബിയേ, ഞാൻ ഖുർആനിന്റെ ആളാണ്, ഞാൻ ഖുർആനിന്റെ ആളാണ്. ഇതങ്ങ് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ബോധരഹിതനായി വീഴുന്നു. കാരണം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് നരകത്തിൽ ശിക്ഷിക്കുന്ന രംഗമല്ലേ ജിബ്രീൽ പറഞ്ഞു തന്നത്. ഇതങ്ങ് കേട്ടപ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ബോധരഹിതനായി വീഴുന്നു. സുബ്ഹാനല്ലാഹ്. ബോധം തിരിച്ചു വരുന്നത് വരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു. റസൂലുള്ളാഹിന്റെ ബോധം തിരിച്ചു വന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പോകുന്നു. എന്റെ പൊന്നുപെങ്ങളെ ശ്രദ്ധിച്ചോ, നന്നായി കേട്ടോ, മനസ്സിലങ്ങ് പതിഞ്ഞു വെച്ചോ. റസൂലുള്ള വീട്ടിലേക്ക് പോവുകയാണ്. ആയിഷ ബീബിന്റെ വീട്ടിലേക്ക് റസൂലുള്ള പോകുന്നു. പോയിട്ട് നിസ്കാര റൂമിലേക്ക് അങ്ങ് കയറുന്നു. എന്നിട്ട് സുജൂദിൽ കിടന്ന് കരയുന്നു. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്. റസൂലുള്ള ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. റസൂലുള്ള അതിന്റെ ശേഷം ഭക്ഷണം കഴിക്കുന്നില്ല. സ്വഹാബത്തിനോടൊന്നും മിണ്ടുന്നില്ല, പ്രിയ പത്നിമാരോട് മിണ്ടുന്നില്ല. ഫാത്തിമത്ത് ബിദ്അത്തും മിന്നി, ഫാത്തിമത്ത് ബിദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ പൊന്നുമോളോട് റസൂലുള്ള മിണ്ടുന്നില്ല. കാരണമെന്തേ? എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ നരകത്തിൽ ശിക്ഷിക്കുന്ന രംഗമങ്ങ് ഓർത്ത് റസൂലുള്ള കരയുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തൊന്നടങ്കം വേദനയിലാണ്. 2-3 ദിവസമായി റസൂലുള്ള മിണ്ടാത്തത്, 2-3 ദിവസമായി റസൂലുള്ള സംസാരിക്കാത്തത്. എന്ത് തെറ്റാണ് റസൂലുള്ളാഹിക്ക് ഞങ്ങൾ ചെയ്തത്? ഞങ്ങൾ റസൂലുള്ളാഹിക്ക് എന്ത് വല്ലായ്മയാണ്, എന്ത് പ്രയാസമാണ് ഞങ്ങൾ റസൂലുള്ളാഹിക്ക് ഉണ്ടായതെന്ന് കരുതി സ്വഹാബത്ത് വേദനയിലാണ്. അങ്ങനെ 3-ാമത്തെ ദിവസം നിസ്കാരവും കഴിഞ്ഞ് റസൂലുള്ള എണീച്ച് വീട്ടിലേക്കങ്ങ് നീങ്ങുന്നു. ആ സമയത്ത് പള്ളിയിൽ സ്വഹാബത്ത് അങ്ങ് ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് സ്വഹാബത്ത് ചർച്ച ചെയ്യുന്നു, എന്തേ റസൂലുള്ള നമ്മളോട് മിണ്ടാത്തത്? ഇതങ്ങ് അന്വേഷിക്കാൻ വേണ്ടി, ഇതങ്ങ് റസൂലുള്ളാഹിയോട് ചോദിക്കാൻ വേണ്ടി മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നു. ചുരുക്കി പറയട്ടെ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് അങ്ങ് പോകുന്നു. അതേ, റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ ഉമ്മറത്ത് നിന്ന് വിളിക്കുന്നു. ഫാത്തിമ ഓടി വരുന്നു, ചോദിക്കുന്നു, ആരാണ്? ആ സമയത്ത് പറഞ്ഞു, ഞാൻ സൽമാനാണ്. എന്താ വന്നേ? ഫാത്തിമ ചോദിക്കുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹിയോട് അല്പം സംസാരിക്കാനുണ്ട്, റസൂലുള്ളാഹിനെ ഒന്ന് കാണണമെന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇവിടെന്ന് പറഞ്ഞപ്പോ തന്റെ പ്രിയ മകൾ പൊന്നുമോളതാ വാപ്പച്ചിയുടെ അടുക്കലേക്ക് പോകുന്നു. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അങ്ങ് ഫാത്തിമ ചെന്നുകൊണ്ട് റസൂലുള്ള സുജൂദിൽ കിടന്ന് കരയുന്നത്. ആ സമയത്ത് ഫാത്തിമ പോയി എവിടെന്ന് പറയുന്നു, അപ്പാ സൽമാനുൽ ഫാരിസി പുറത്ത് നിൽക്കുകയാണ്, വാപ്പാടെന്തോ സംസാരിക്കാനുണ്ടല്ലോ, അതുകൊണ്ട് അകത്തേക്ക് വരാൻ പറയണോ വാപ്പാ?
ഇതങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ അവിടുന്ന് പോയി വാപ്പാനെ വിളിക്കുമ്പോ വാപ്പ മിണ്ടുന്നില്ല. ഫാത്തിമ വാപ്പാനെ വിളിക്കുന്നു, പിന്നെയും മിണ്ടുന്നില്ല. ഫാത്തിമയങ്ങ് കരയുന്നു. ഫാത്തിമത്ത് ബിദ്അത്തും മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമാനെ വല്ലവനും വേദനിപ്പിച്ചാൽ എന്നെ വേദനിപ്പിച്ചവനെ പോലെയാണ്. ഫാത്തിമാനെ വല്ലവനും സന്തോഷിപ്പിച്ചാൽ എന്നെ സന്തോഷിപ്പിച്ചവനെ പോലെയാണെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഫാത്തിമയോടും റസൂലുള്ളാഹ് മിണ്ടുന്നില്ല. ആ ഫാത്തിമയോടും റസൂലുള്ളാഹ് മിണ്ടുന്നില്ല. അവിടുന്ന് കരയുന്നപ്പോ ഫാത്തിമയുടെ തലങ്ങ് ഉയർത്തി റസൂലുള്ളാഹ് പറഞ്ഞു, മോളെ സൽമാൻ അകത്തോക്ക് വരാൻ പറയൂ. ഓടി ചെല്ലുന്നു ഫാത്തിമ. ഡോറങ്ങ് തുറക്കുന്നു. സൽമാൻ അകത്തേക്ക് വരാൻ വേണ്ടി പറയുന്നു. ചുരുക്കി പറയട്ടെ, മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ നിസ്കാര റൂമിന്റെ അടുത്തിങ്ങനെ വന്നുകൊണ്ട് നോക്കുന്നു. റസൂലുള്ളാഹി സുജൂദിൽ കിടന്ന് കരയുന്നു. കിടക്കുന്ന സുജൂദിൽ കിടക്കുന്ന റസൂലുള്ളാഹിക്ക് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് സലാമങ്ങ് പറഞ്ഞപ്പോ, എൻ്റെ ഉമ്മ, എൻ്റെ പൊന്നു പെങ്ങളെ ശരിക്കും കേട്ടോ, റസൂലുള്ളാഹി സുജൂദിൽ നിന്ന് തല ഉയർത്തുന്ന കാഴ്ച സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കാണുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. റസൂലുള്ളാഹി കരയുന്ന കാഴ്ച സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ സൽമാൻ തങ്ങൾ കരയുന്നു. അവിടുന്ന് കരഞ്ഞുകൊണ്ട് സൽമാനുൽ ഫാരിസും കരയുന്നു. സൽമാൻ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തൊന്നടങ്കം വേദനയിലാണ് നബിയേ. സൽമാൻ ഫാരിസ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, 2-3 ദിവസമായി സ്വഹാബത്താകുന്ന ഞങ്ങളോട് റസൂലുള്ളാഹി മിണ്ടിയില്ലല്ലോ. ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് നബിയേ? അതന്വേഷിക്കാനാണ് എന്നെ സ്വഹാബത്ത് പറഞ്ഞയച്ചത് എന്ന് സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് അങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു, സൽമാനേ, എന്റെ സ്വഹാബത്ത് എന്നെ വേദനിപ്പിച്ചിട്ടില്ല. സ്വഹാബത്തിൽ നിന്നൊരു പ്രയാസവും എനിക്കുണ്ടായിട്ടില്ല. മറിച്ച് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വന്ന് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ നരകത്തിൽ ശിക്ഷിക്കുന്ന രംഗമങ്ങ് പറഞ്ഞപ്പോ അത് എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ആ വിഷമത്തിലാണ് ഞാനുള്ളത് എന്ന് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് കരഞ്ഞെങ്കിൽ എൻ്റെ പൊന്നു പെങ്ങളെ, എൻ്റെ ഉമ്മ, എന്നെയും നിങ്ങളെയും ഓർത്തുകൊണ്ടാ റസൂലുള്ളാഹി കരഞ്ഞത്. നമ്മളെ ഓർത്തുകൊണ്ടാ റസൂലുള്ളാഹി കരഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, തൂരിളു അലയ്യ അഅ്മാലു ഉമ്മത്തി,
എൻ്റെ ഉമ്മത്തിൻ്റെ സർവമാന പ്രവർത്തനവും ഞാൻ ഡയറക്റ്റ് കാണുന്നു. വെള്ളിയാഴ്ച രാത്രിയിലും പകലും ഞാൻ ഡയറക്റ്റ് കാണുന്നു. മറ്റുള്ള ദിവസം മലായിക്കത്ത് മുഖേന ഞാൻ അറിയുന്നു. അറിയാത്ത ഒരു കാര്യവും പോകുന്നില്ല. മുഹിമ്മാത്തിന്റെ ക്യാമ്പസിൽ വെച്ച് ഇൽമിന്റെ മജ്‌ലിസിൽ ചേർന്ന ഉമ്മ ഈ രംഗമങ്ങ് മലായിക്കത്തങ്ങ് പോയി റസൂലുള്ളയോടങ്ങ് പറഞ്ഞു കൊടുക്കും കേട്ടോ. റസൂലുള്ള പറഞ്ഞു, എൻ്റെ ഉമ്മത്തികള് ഖൈറായ പ്രവർത്തനമാണ് ചെയ്യുന്നത് എങ്കിൽ ഹമിദുല്ലാ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. നാം ഖൈറായ പ്രവർത്തനമാണ് ചെയ്യുന്നത് എങ്കിൽ റസൂലുള്ള അവിടെ നിന്ന് പടച്ച റബ്ബിനെ സ്തുതിക്കും, അൽഹംദുലില്ലാ എന്ന് പറയും. ഇനി തെറ്റായ പ്രവർത്തനമാണോ ചെയ്യുന്നത് എങ്കിൽ എൻ്റെ പൊന്നു പെങ്ങള്, നാം ചെയ്യുന്ന പ്രവർത്തനം റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തതാണ് എങ്കിൽ, വിശുദ്ധ ഇസ്ലാം നിഷേധിച്ചതാണ് എങ്കിൽ റസൂലുള്ള കരയും കേട്ടോ. റസൂലുള്ളാഹ് കരഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ സന്തോഷമുണ്ടാവൂലല്ലോ. റസൂലുള്ളാഹിന്റെ കണ്ണുനീര് നമുക്ക് ശാപമാവൂല മോളെ. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും എൻ്റെ നേതാവ് കാണുമെന്നുള്ള ചിന്തയോടുകൂടെ നാം അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ നമുക്ക് ജീവിതത്തിനൊരു നന്മ ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഖൈറ് ചെയ്യാൻ നമുക്ക് ചെയ്യും. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. എന്ത് സംസാരിക്കുമ്പോഴും, എന്ത് പ്രവർത്തിക്കുമ്പോഴും, എന്ത് ചെയ്യുമ്പോഴും ഇത് എൻ്റെ നേതാവ് കാണും, ഇത് റസൂലുള്ള കാണും. റസൂലുള്ളാഹിന്റെ മനസ്സിന് വേദനിക്കും. എന്നെക്കൊണ്ട് റസൂലുള്ള മനസ്സ് വേദനിച്ചു പോകരുത്, എന്നെക്കൊണ്ട് റസൂലുള്ള വിഷമിച്ചു പോകരുത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് പിന്നെ തെറ്റ് ചെയ്യാൻ കഴിയൂല. നമുക്ക് നല്ലതല്ലാതെ ചെയ്യാൻ കഴിയൂല. ഏത് സമയത്തും റസൂലുള്ളാഹിനെ മനസ്സിലങ്ങ് കരുതിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ ധാരാളം ഖൈർ ചെയ്യണം. വലിയൊരു ഭാഗ്യാണ്. എല്ലാവർക്കും ചെയ്യാൻ കഴിയണമെന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ന് ഈ മഹത്തായ മജ്‌ലിസിൽ എത്രയാളാണുള്ളത്? നമ്മളെ മുഗറോഡ് മുതൽ ഈ റിഫായി നഗർ മുതൽ ഈ കട്ടത്തറക ഇത്തരടുത്ത് എത്ര പെണ്ണുങ്ങളാ ഉള്ളത്? അതിലവർക്കൊന്നും വരാൻ കഴിയാത്ത ഭാഗ്യല്ലേ പടച്ചറബ് ഞങ്ങൾക്ക് തന്നത്. വാ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും നീ നന്നാക്കണം റഹ്മാനെ. വലിയൊരു ഭാഗ്യാണ്. കാരണോ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മലായിക്കത്ത് ദ്വാരക്കുന്നത്, വലിയ അബവൈ മാതാപിതാക്കൾക്കും വേണ്ടി ദ്വാരക്കാണ്. ഇൽമിന്റെ മജ്‌ലിസ് ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളുടെയും ഞങ്ങൾക്കുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കാണ് മലായിക്കത്ത്. ഒരുപാട് പടച്ചറബിന് മലായിക്കത്തുണ്ടല്ലോ. അതിൽ ഒരു ടീമിന്റെ പണി തന്നെ ഇതുപോലത്തെ ഇൽമിന്റെ മജ്‌ലിസ് ഇങ്ങനെ തേടി നടക്കും, ഇങ്ങനെ തേടി നടക്കും. അങ്ങനെ ഇൽമിന്റെ മജ്‌ലിസ് കാണുമ്പോൾ ആടെ വന്നിട്ട് ഇരിക്കും, ഇരുന്നിട്ട് ദ്വാരക്കും, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കല്ലോ. മലായിക്കത്ത് ദ്വാരുന്നാല് അള്ളാഹു ഉത്തരം തരുന്നത് ഉറപ്പാണ്. എങ്ങനെയാ നമുക്ക് അറിഞ്ഞറിയോ? ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇമാമു ഫാത്തിഹ ഓതുന്നു, വലല്ലാലീൻ വരെ ഇമാമങ്ങ് ഓതുന്നു. വലല്ലാലീൻ വരെ ഇമാമങ്ങ് ഓതുമ്പോ ആമീൻ എല്ലാ മാമുകളും ഒന്നിച്ചിട്ട് ചൊല്ലാണ്. ആമീൻ എന്ന് എല്ലാരും ഒന്നിച്ചിട്ട് പറയാണ്. ആ സമയം എല്ലാരും ഒന്നിച്ചിട്ട് പറയണം ആമീൻ. എന്തേ? ഇമാമിന്റെ ആമീന്റെ കൂടെ ആമീനായാൽ മലായിക്കത്തിന്റെ ആമീന്റെ കൂടെയാകും. മലായിക്കത്തിന്റെ ആമീന്റെ കൂടെയായാൽ അത് സ്വീകരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് മലായിക്കത്താണ് ആമീൻ പറയുന്നത്. അല്ലാഹ്, ഇത്രയൊരു ഭാഗ്യാണ്. ആ മലായിക്കത്താണ് ദ്വാരക്കുന്നത്. ദ്വാരം നല്ല ഉറപ്പല്ലേ അള്ളാഹു ഉത്തരം നൽകുന്നത്.
നമ്മുടെ ദോഷത്തിൽ നിന്ന് മുക്തരാകാൻ നമുക്ക് കഴിയും. ഇനി 2-3 നാം ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്ന സമയമായി. അല്ലാഹ്, അപ്പോൾ 2-3 കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ നാം ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം. നിങ്ങൾ ക്ലാസ് കേട്ട് കുറേ വയലു ചരിത്രം കേട്ടിട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടല്ലേ? ഇല്ല. ഉണ്ടാ? ഇല്ല. എല്ലാവർക്കും, എൻ്റെ സദസ്സിലുള്ള എല്ലാ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും സ്വർഗത്തിൽ കടക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഇല്ല, അങ്ങനെയില്ലേ? ഉണ്ടാവും. അല്ലാഹു സ്വർഗം നമുക്ക് നിർബന്ധമാക്കട്ടെ. അപ്പൊ സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കണം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. മദനിയൊക്കെ കാണുന്നവരുണ്ടാവാം, അവരെല്ലാം ചെല്ലുന്നുണ്ടാവും. എന്നാലും ഞാൻ പറയട്ടെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അത് നമുക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ, രാവിലെ ഒരാൾ ചൊല്ലിയാൽ ആ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചാൽ, അയാൾ മരിച്ചാൽ സ്വർഗത്തിലാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മഗ്രിബിന്റെ ശേഷം രാത്രിയിൽ ഒരാൾ അത് ചൊല്ലിയാൽ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചാൽ സ്വർഗത്തിലാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനത്തെ അല്ലാത്ത വേറെ ദിവസമില്ല അല്ലേ? സൂര്യൻ ഉദിച്ചത് മുതൽ അസ്തമിക്കുക, അസ്തമിച്ചത് മുതൽ ഉദിക്കുക, അതല്ലേ ഒരു ദിവസം? ആ ഒരു ദിവസം അവർ രാവിലെയും വൈകുന്നേരം ഒരു 3 പ്രാവശ്യം സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് ഞാൻ കുറച്ച് കടലാസ് കൊണ്ടുവന്നു, എല്ലാവർക്കും തരും. ഇവിടെ ഒരു കിടാവുണ്ട് ഇൻഷാ അല്ലാഹ്, ആ കുഞ്ഞിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുതരും. ഇനെന്താക്കണം, നിങ്ങൾക്കെല്ലാം കാണാത്ത അറിയുന്നവരുണ്ടാവാം, എങ്കിലും ഇനി ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൊല്ലാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഹ്ദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഹു ലക ബിനിഅമതിക അലയ്യ വഅബൂഹു ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, ഇത്തരത്തിലുള്ള ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇത് ഒരാൾ രാവിലെ അങ്ങ് ചൊല്ലിയാൽ അവൻ ആ ദിവസത്തിലങ്ങ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അദ്ദേഹം സ്വർഗത്തിലാണ്. രാത്രിയിലങ്ങ് ചൊല്ലിയാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. ഒരിക്കലും കളവ് പറയാത്ത നാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, എൻ്റെ ഉമ്മ ജീവിതത്തിൽ എത്ര വെറ്റ തെറ്റ് ചെയ്തവളാണ് എങ്കിലും, എത്ര പാവങ്ങൾ നമ്മൾ ചെയ്തു വെച്ചവരാണ് എങ്കിലും, പടച്ച റബ്ബിൻ്റെ മഗ്ഫിറത്ത് വിശാലമാണ്. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലൂ ഫായിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വലം യുസറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ഈ ആയത്ത് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. ഇത് കീടാന്റെ കയ്യിൽ, ഈ ചെറിയ കുഞ്ഞിന്റെ കയ്യിൽ ഞാൻ കൊടുക്കാണ്. എല്ലാവരും വാങ്ങിയിട്ട് എന്താക്കറിയോ, ഇത് കുറെ ആൾക്ക് കാണാത്ത അറിയുന്നുണ്ടാവും, എന്നാലും ഇത് നമ്മൾ എതിരിങ്ങനെ ഒട്ടിക്കാം. പോരല്ലേ, ഒട്ടിച്ചാൽ എന്താ പറയുക, കാണുമ്പോൾ ഓർമ്മ ചെല്ലോൻ ഒക്കെ ഉസ്താദ് ഇതെല്ലാം അറിയുന്ന ഉസ്താദ്, ചെല്ലോന് മറക്കുന്നതിന് അല്ലേ, ചെല്ലോന് മറക്കുന്ന അത് ഇബിലീസ് അളിയാക്ക ഉള്ളണക്കുണ്ട്. ഇബിലീസ് അളിയാക്ക ചെല്ലും വിടാൻ അവൻ എന്താക്കും, മറപ്പിക്കും. അപ്പം അതുകൊണ്ട് എന്താക്കി ഇതിങ്ങനെ എതിർ ഒട്ടിക്കുക, ഇങ്ങനെ ഒടിച്ചാൽ എന്താവും, നാം ചൊല്ലിപ്പോവും. അങ്ങനെ ചൊല്ലിയാൽ നാം എല്ലാ ദിവസവും ചൊല്ലുന്നവരാണ് എങ്കിൽ നാം മരിക്കുന്ന ദിവസം നമ്മളെ കൊണ്ട് പടച്ച റബ്ബ് ചെല്ലിപ്പിക്കാതെ നമ്മളെ മരിക്കൂല, നമ്മളെ ഇപ്പം മരണപ്പെടുത്തൂല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ, നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് 2-3 വേണമെന്നുണ്ടെങ്കിൽ മൈക്കോളെ ആർക്കങ്ങ് കൊടുക്കുന്നെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽ
അത് ഉസ്താദെ ഞാൻ എല്ലാം ഗൂഗിളിൽ കിട്ടും, ഗൂഗിൾ പാപ്പ എല്ലാം തരും. എന്നാൽ അത് ഫോണിൻ്റെ ഉള്ളിലല്ലേ, ഇത് എതിർല് ഇങ്ങനെ ഒട്ടിച്ചിരി കൊണ്ടേറ്റ് അങ്ങനെ ഒട്ടിച്ചാൽ ചിലപ്പോൾ എന്താവും, ചൊല്ലിപ്പോകുന്നോ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതാ എനിക്ക് കേട്ടോ, അത് തരുമ്പോൾ എടുത്തെത്തുമ്പോൾ മെയ്ക്കോളി. ഞാനൊന്ന് കേട്ടോ. യാ ഷക്കൂർ യാ അല്ലാഹ്. എല്ലാവർക്കും പൈസ വേണ്ടി വരും, പൈസ ഇല്ലാതെ ഒരു പാങ്ങില്ല. അതാരും എത്ര വലിയ ബസ്സായിട്ട് കിടന്നിട്ടുള്ള ഉമ്മമാക്കും പൈസ വലിയ പിരിസോ തലങ്ങാണ്ടടിയിലുണ്ടാവും. അപ്പോൾ പൈസ എല്ലാവർക്കും വേണം. ഒരു ദിവസവും അവൻ്റെ കയ്യിൽ പ്രയാസമുണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസവും പൈസ കുറഞ്ഞു പോവില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഷക്കൂർ യാ അല്ലാഹ് എന്നുള്ള സുന്ദരമായ ദിക്ർ വുളൂവിൻ്റെ ശേഷം. വുളൂവിൻ്റെ ശേഷം വുളൂവിൻ്റെ ശേഷം ഒരു ദുആ ഉണ്ടല്ലോ മോനെ. ഇപ്പം ഇല്ലേന്നതല്ലേ, ഇപ്പം ഇല്ലേന്നല്ലേ. അന്നുണ്ടാഞ്ഞ് എൻ്റെ ഉമ്മാമല്ല അത് വരുന്നോണ്ടാഞ്ഞ്. ഇപ്പം ഇല്ലേന്ന് കാണുന്നില്ലല്ലേ, ഇല്ലല്ലേ. അത് പറയാം അതിൻ്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞോളൂ. യാ ഷക്കൂർ യാ അല്ലാഹ് എന്ന് 5 പ്രാവശ്യം. നന്നേ ചെല്ലണ്ട, കുറേ പറയാൻ പ്രയാസമാണ്. 5 പ്രാവശ്യം യാ ഷക്കൂർ യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ അവനിക്ക് ദാരിദ്ര്യമുണ്ടാവൂല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാവാലോ. അവൻ്റെ എപ്പോഴും പൈസ ഇരിക്കുമല്ലോ, വേണമെങ്കിൽ ചെല്ലിക്കോളി. യാ ഷക്കൂർ യാ അല്ലാഹ് ചെല്ലിയിരുന്നല്ലേ, അത് ചെല്ല, പൈസ കിട്ടുന്നതല്ലേ, ചെല്ലു. നന്ന ചെല്ലണ്ട. വുളൂവിൻ്റെ ശേഷം 5. അതിനൊറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇബാദത്ത് ചിലപ്പോൾ ആരും മുണ്ടിയണ്ട, നമ്മുടെ നിസ്കാരം ഇബാദത്തുകളൊക്കെയും ബാത്തിലായി പോവും. 2 കാര്യം മാത്രം ബാത്തിലാവൂല എന്ന് പറഞ്ഞു. ഒന്ന് സ്വലാത്താണ്. രണ്ടാമത്തത് വുളൂഹിന്റെ ശേഷമുള്ള ദുആ. വലിയ പവർഫുള്ളാണ് വുളൂവിന്റെ ശേഷമുള്ള ദുആ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ വുളൂവിന്റെ ശേഷമുള്ള ദുആ വരുന്നാൽ അതിനെന്താവും, മലായിക്കത്ത് ഒരു കവറിലിടും. കവർ കൊണ്ടാകും. എന്ത് കവറാ കേൾക്കുന്നത്? വിശമര നിന്നിട്ട് അത് നിങ്ങൾ ടെൻഷനാക്കണ്ട, മലായിക്കത്ത് കൊണ്ടുപോകും കവർ. അവത്ത് കവറുണ്ട്, അത് കേൾക്കുന്ന നിങ്ങൾ എന്ത് വിശമരന്ന് അല്ലാലോ. ഈ ദ്വാരുന്നാൽ അവന്റെ പേര്, ഉദാഹരണത്തിന് ഞാൻ ദ്വാരുന്ന എന്ന് സങ്കല്പിക്കുക. എന്നാൽ ഉമർ ബിൻ ഇസ്മായിൽ കനിയാല, ഇസ്മായിലിന്റെ മകൻ ഉമർ. അതെ, നിങ്ങളെ എന്താണോ നിങ്ങളെ ഉപ്പാന്റെയും പേരിട്ടിട്ട് ഒരു കവറിൽ അത് ഇടും. എന്നിട്ട് ഈ കവറിന് ഇങ്ങനെ മലായിക്കത്ത് സ്വരൂപിച്ചു വെക്കും. ഇതെപ്പോ കൊണ്ടുവന്നറിയോ? ഇങ്ങനെ കൊണ്ടുവന്നപ്പോ നാളെ മഹ്ശറയിൽ നന്മയും തിന്മയും തൂക്കുന്ന ആ തുലാസിന്റെ മുന്നിൽ വളരെ പ്രയാസത്തോടു കൂടെ ആയിരിക്കും നിൽക്കുന്നത്. അല്ല, നിങ്ങൾ കുറെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവുമോ, അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അങ്ങനെ അവിടെ നിൽക്കുമ്പോ, പ്രയാസത്തിൽ നിൽക്കുമ്പോ മലായിക്കത്ത് കൊണ്ടുവന്നിട്ട് ഈ വലിയ കെട്ടിനയിൽ കിടും. കുറേ ചെല്ലിട്ടില്ലേ, 10, 50, 60, 70 വയസ്സോളല്ലോ ഇത് വരുന്നേ. അതും ഉണ്ടാവൂലല്ലേ എല്ലാ ദിവസവും. ചുരുങ്ങിയത് ഒരു 6 പ്രാവശ്യം ഒരു ദിവസം ഉള്ള എടുക്കല്ലേ? ഇല്ല, 6 പ്രാവശ്യം ഉള്ളെടുക്കുള്ളൂ. എടുക്കാതിരിക്കാനപ്പ നല്ല മനുഷ്യന്മാർ ഉള്ളെടുക്കും. 5 നിസ്കാരത്തിന്, പിന്നെ ഒന്ന് കിടക്കുമ്പോ കിനാവണ്ടെന്ന് പേടിച്ചിട്ട്, എന്തെങ്കിലും സൈത്താനെ കിനാവണ്ടെന്നിട്ട് പേടിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളെടുക്കും കിടക്കുമ്പോ. അതിന് വേറെ ഒന്നിനല്ല. അങ്ങനെ ഒരു 6 വുളു എന്തായാലും ഉണ്ടാവും. അപ്പൊ ഈ 6 വുളുവിന്റെ ശേഷം ഈ ദ്വാരുന്നാൽ സുബ്ഹാനല്ലാഹ്, ദുആ വലിയ പവർഫുൾ ദുആയാണ്. ഒരാളെ ദുആന ജീവിതത്തിൽ പടച്ച റബ്ബ് ഇത്തര കാലത്തിൽ ഒരു ദിവസം അങ്ങ് സ്വീകരിച്ചാൽ പിന്നെ നമുക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. വിചാരിക്കുന്നത് എന്താ? അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീൻ വജഅൽനീ മിനൽ മുത്തത്വഹിരീൻ വജഅൽനീ മിൻ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീൻ, ഒരുപാട് തെറ്റ് ചെയ്ത പാവിയാണ് റഹ്മാനെ. എന്റെ തൗബ നിന്റെ ഖാലിസായ തൗബ ചെയ്തവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ട എന്നെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. നല്ല ഖാലിസായ തൗബ ചെയ്യാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണം അല്ലാഹ്. اللهم اجعلني من التوابين
വജ്അൽനി മിനൽ മുത്തത്വഹിരീന. അല്ലാഹുവേ, നിന്റെ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. വജ്അൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ സച്ചരിതരോടുകൂടെ എന്നെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. മഹാനായ സയ്യിദുൽ മുഹഖ്ഖിഖീൻ ത്വാഹിറുൽ അഹ്ദൽ തങ്ങള്, അതുപോലെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ എല്ലദീ അവരുടെ ഇഷ്ടിൽ നീ എൻ്റെ പേര് ഉൾപ്പെടുത്തണം അല്ലാഹ്. ഇത്ര സുന്ദരമായ ദുആയാണ്. ആ ദുആയിരുന്നാൽ നമുക്കെന്താണ്? നാളെ മഹ്ശറിലേക്ക് വലിയ ഒരു കെട്ടായിരിക്കും. അല്ലാഹുവേ, നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. അവിടെ ഖേദിച്ചിട്ട് കാര്യമില്ല. അവിടെ എത്തിയിട്ടാകുമ്പോൾ എന്തും ഇല്ല എന്നിട്ട് സീറോ ബാലൻസ് ആയിട്ട് കാര്യമില്ല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ദിക്ർ പാട പറഞ്ഞ ദിക്ർ മറന്നിട്ടാലാ യാ ശക്കൂർ യാ അല്ലാഹ് 5 പ്രാവശ്യം പറയണം. ಏನೋ നിന്റെ പ്രയാസം തീരാൻ, നിന്റെ റിസ്ക്കിൽ വിശാലത കിട്ടാൻ, നിനക്ക് സമ്പത്ത് വർദ്ധിക്കാൻ, നിന്റെ മക്കൾ നന്നാവാൻ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ പ്രശ്നത്തിനും പരിഹാരം. സുബ്ഹാനല്ലാഹ്, നല്ല കാരുണ്യത്തിന്റെ ഉടമനിയാവാൻ, നല്ല സമ്പത്ത് നിനക്കുണ്ടാവാൻ, എല്ലാത്തിനും വേണ്ടി യാ ബാസിത്ത്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണ് ബാസിത്ത്. യാ ബാസിത്ത് എന്നുള്ള ദിക്ർ 72 പ്രാവശ്യം ചൊല്ലണം. എത്ര ദിവസം ചൊല്ലണം? 40 ദിവസം തുടർച്ചയായി ചൊല്ലിയാൽ എത്ര വലിയ പ്രയാസം നിനക്കുണ്ടെങ്കിലും അത് നിനക്ക് തീർന്നു കിട്ടുമെന്നും മഹാന്മാര് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള സുന്ദരമായ ദിക്ർ നമുക്ക് ചൊല്ലണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ ധാരാളം ഖൈർ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ എന്നുള്ള സുന്ദരമായ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിയാൽ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം രാത്രി 3 പ്രാവശ്യം ചൊല്ലിയാൽ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയും. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. സമയമായി. എന്തെല്ലോ പറയണമെന്ന് കരുതി, എന്നും പറഞ്ഞിട്ടില്ലേന്നല്ലേ? സമയം ഇങ്ങനെ പോയി. മഹാനായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ, ഫാത്തിമാന്റെ കഥ ഒന്ന് പറയണമെന്ന് ഞാൻ കരുതി. എന്നാൽ അതിന്റെ പകുതി ഒന്ന് പറയാം, ഒരു ചെറിയത് അല്ലെ, വനിതാ ക്ലാസ് അല്ലേ. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം, എല്ലാവരും കേട്ടോളി, എല്ലാവരും കേട്ടോളി, മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ ഒരു ദിവസം അതാ തൻ്റെ പൊന്നുമകള് ഫാത്തിമാന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തിനാ പൊന്നുമോളുടെ വീട്ടിലേക്ക് പോകുന്നത്? മകളുടെ സുഖവിവരം അന്വേഷിക്കാനാ. പൊന്നുമോളുടെ വീട്ടിലേക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് പോകുന്നു. ഫാത്തിമാന്റെ വീട്ടിലങ്ങ് എത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമയോട് ചോദിക്കുന്നു, എവിടെയാ ഹസൻ, എവിടെ ഹുസൈൻ, എവിടെ ഹസൈൻ, എവിടെ ഹുസൈൻ, എവിടെ എന്ന് ചോദിക്കുമ്പോ ഫാത്തിമ പറയുന്നു, അപ്പാ മക്കളതാ കരഞ്ഞ് 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 അവിടെ അങ്ങ് കിടന്നുറങ്ങുന്നു. അപ്പാ
എന്റെ മോളെ മക്കൾ കരഞ്ഞത്? എന്തിനാണ് മോളെ മക്കൾ കരഞ്ഞത്? ഫാത്തിമ പറഞ്ഞു, വാപ്പാ ദിവസങ്ങളായി വാപ്പാ പട്ടിണിയിലാണ് മക്കൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല വാപ്പാ. ആ പട്ടിണിയിലുള്ള മക്കള് വിശന്നൊട്ടിയ വയറുമായി കരഞ്ഞങ്ങ് കിടന്നുറങ്ങി നബിയേ. ലോകത്തിന്റെ നേതാവിന്റെ മകളാ പറയുന്നത്, ഖുവൈലിദിന്റെ മകളായ ഖദീജ ബീവിയുടെ മകളാ പറയുന്നത്, കോടീശ്വരത്തിയായ ഖദീജയുടെ മകളാ പൊന്നുപെങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബിബിയാ പറയുന്നത്, മക്കള് ദിവസങ്ങളായി പട്ടിണി കിടന്നിട്ട് അവരെ ഇതങ്ങ് റസൂലുള്ള കേട്ടപ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടപ്പോൾ വേദനയായി, ടെൻഷനായി. അവിടുന്ന് ഫാത്തിമാനെ സമാധാനിപ്പിക്കുന്നു, മോളെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4-5 ദിവസമായി മോളെ, വാപ്പയും പട്ടിണിയിലാണ് മോളെ. ഇതങ്ങ് പറഞ്ഞ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമാനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് നടക്കുന്നു. ആ ചൂടുള്ള മരുഭൂമിയിലങ്ങ് നടന്ന് ഒരു യഹൂദിയുടെ വീട്ടിലേക്ക് അങ്ങ് കയറുന്നു. വലിയ പണക്കാരനായ യഹൂദിയുടെ വീട്ടിലേക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് പോയി. എന്നിട്ട് അവനോട് ചോദിച്ചു, വല്ല ജോലിയുമുണ്ടോ, വല്ല പണിയുമുണ്ടോ? ഇതങ്ങ് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അതേ, ആ തോട്ടത്തിലേക്ക് ആ കാണുന്ന കിണറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുപോയി വയ്ക്കണം. ആ ഈത്തപ്പന തോട്ടത്തിലേക്ക് വെള്ളമങ്ങ് കോരിക്കൊണ്ടുപോയി വയ്ക്കണമെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടങ്ങ് പറഞ്ഞപ്പോ സന്തോഷത്തോടുകൂടെ അതേ ആ പാത്രവുമായി കിണറിന്റെ അടുക്കലേക്ക് അങ്ങ് പോകുന്നു. അവിടുത്തെ പവിത്രമായ കരങ്ങളെ കൊണ്ട് റസൂലുള്ള വെള്ളം കോരിയെടുക്കുന്നു. ഈ തപ്പന മരത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി വയ്ക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടി ചിന്തിച്ച പെങ്ങള്, വളരെ ഗൗരവത്തോട് ചൂടി ചിന്തിച്ച ഉമ്മ, റസൂലുള്ളാഹിന്റെ പവിത്രമായ കരങ്ങളെ കൊണ്ട് അതേ കിണറിൽ നിന്ന് വെള്ളമങ്ങ് കോരിയെടുത്ത് ഈ തപ്പന മരത്തിലേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് അതേ ആ പാത്രമങ്ങ് കിണറിലേക്ക് വീഴുന്നു. ആ കിണറിലേക്ക് പാത്രമങ്ങ് വീണപ്പോ ആ മനുഷ്യൻ ഉടമസ്ഥനതാ ദേഷ്യത്തോടെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്നു. റസൂലുള്ളാഹിനെ അങ്ങ് ചീത്ത പറയുന്നു. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് അങ്ങ് ആഞ്ഞടിക്കുന്നു. എന്തേ നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ കിണറ്റിലേക്ക് അത് വീണത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ അങ്ങ് ചീത്ത പറഞ്ഞു. റസൂലുള്ളാഹിനെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇറങ്ങടാ, ഇറങ്ങിയിട്ട് ആ പാത്രം അങ്ങ് എടുക്കണമെന്ന്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടങ്ങ് പറഞ്ഞപ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കിണറ്റിലേക്ക് അങ്ങ് ഇറങ്ങുന്നു. ആ കിണറിലങ്ങ് ഇറങ്ങി ആ പാത്രമങ്ങ് എടുത്തു. അതേ ഇവന്റെ യജമാനന്റെ മുന്നങ്ങ് വെക്കുന്നു. മുന്നിലങ്ങ് വെച്ചപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, എനിക്ക് ശമ്പളമായി തരുമോ ഈത്തപ്പഴം? അങ്ങനെ റസൂലുള്ളാഹിക്ക് ശമ്പളമായി ഈത്തപ്പഴം അങ്ങ് കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് പോകുന്നു. ഹസൻ ഹുസൈനെ വിളിക്കുന്നു. അവിടെ നിന്നൊരു ഈത്തപ്പഴം അങ്ങ് ചവച്ച് മക്കളുടെ തൊള്ളിയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നു. ഫാത്തിമക്ക് കൊടുക്കുന്നു. സന്തോഷത്തോടുകൂടെ ഈത്തപ്പഴം കഴിക്കുന്നു, റാഹത്താകുന്നു. ഓ എൻ്റെ ഉമ്മ, ദിവസങ്ങളോളം പട്ടിണി കിടന്നതാരാണ്? ലോകത്തിൻ്റെ നേതാവാണ്. അവിടുത്തെ പ്രിയ മകളാണ്, ഫാത്തിമയാണ്. അവിടുത്തെ പേരക്കുട്ടികളാണ്. സുബ്ഹാനല്ലാഹ്, ഇതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത് അത്രത്തോളം ദിവസങ്ങളോളം പട്ടിണി കിടന്ന റസൂലുള്ള പോലും തൻ്റെ പേരക്കുട്ടിക്കും തൻ്റെ മകൾക്കും വേണ്ടി റസൂലുള്ള അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുത്ത് ശമ്പളം വാങ്ങിയിട്ടാ മക്കൾക്കങ്ങ് കൊടുത്തത്. ഇന്ന് അല്ലാ നമുക്കിത്തരത്തിലുള്ള പ്രയാസങ്ങളില്ലല്ലോ, ഇത്ര വിഷമങ്ങളില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും പ്രയാസമുള്ളോടല്ല നമുക്ക് പറയാൻ ഉള്ളോരാ കാണുന്നവരോടൊക്കെയും നമ്മുടെ ഗതികേട്, നമ്മുടെ പ്രയാസമങ്ങ് പറഞ്ഞ് ഈ വിശുദ്ധ റമദാനിൽ എത്ര കിട്ടുകളാ നമുക്ക് കിട്ടുന്നത്, എത്ര സദക്കകളാ നമുക്ക് കിട്ടുന്നത്. ഇതങ്ങ് വാങ്ങിയിട്ടല്ലേ നാം ജീവിക്കുന്നത്. അപ്പോഴും പണിയെടുക്കണമെന്നുള്ള ഓർമ്മയില്ലല്ലോ. എൻ്റെ ഉമ്മ, പാലക്കാര് നല്ല മക്കൾ നിനക്ക് എങ്കിൽ ഉസ്താദെ അവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഉസ്താദെ അവൻ പണിക്ക് പോകുന്നില്ല ഉസ്താദെ എന്ന് പറയുന്ന ഉമ്മ, റസൂലുള്ള ദിവസങ്ങളോളം പട്ടിണി ഇരുന്നിട്ട് മകൾ പട്ടിണിയായതിൻ്റെ പേരിൽ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല. റസൂലുള്ള പണിയെടുത്തുകൊണ്ടാ കൊടുത്തത്. നമുക്ക് പാഠമാണ് പെങ്ങളെ, നമുക്ക് പാഠമാണ് ഉമ്മ. സുബ്ഹാനല്ലാഹ്. ഖുവൈലിദിന്റെ മകളായ ഖദീജ ബീബിയുടെ ഭർത്താവാ റസൂലുള്ള, കോടീശ്വരത്തിയായിരുന്നു ഖദീജ ബീബി. ആ ഖദീജാന്റെ മകളാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഒരു ദിവസം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമാന്റെ ഭർത്താവ് അലിയാർ തങ്ങളതാ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, നമുക്ക് വേറെ അങ്ങ് പുരയാക്കിയിട്ടിരിക്കാം, നമുക്ക് വേറെ വീട്ടിലങ്ങ് താമസിക്കാം, നമുക്ക് ഫാമിലിയിൽ നിന്നൊന്ന് മാറി നമുക്ക് വേറെ ഒരു പുരയിലിരിക്കാം. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഫാത്തിമ പറഞ്ഞു, ഞാൻ പലപ്പോഴും വിചാരിച്ചതാണ് അലിയാർ തങ്ങളെ, ഞാൻ പലപ്പോഴും വിചാരിച്ചതാണ് നമുക്കൊരു വേറെ ഒരു പുരയിലിരിക്കാം. എൻ്റെ പെങ്ങളെ ഇന്നത്തെ പോലോത്ത അതേ ഭാര്യയും ഭർത്താവും സുഖലോത്ഭരായി ജീവിക്കണമെന്ന് ആരും പെങ്ങളെയും ഉമ്മാക്കും നമ്മളവിടെ പ്രയാസമായത് കൊണ്ടല്ല. പിന്നെയോ അലിയാർ തങ്ങളും ഫാത്തിമയും വേറെയിരിക്കാനുള്ള കാരണം ഫാത്തിമ പറഞ്ഞു അലിയാർ തങ്ങളോട്, ഓ അലിയാറേ, ഞാൻ പട്ടിണി കിടക്കുന്നത് നിങ്ങളെ ഉമ്മാക്ക് വല്ലാത്ത പ്രയാസമാകുന്നു. ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ഫാത്തിമാനെ കാണുമ്പോൾ അലിയാർ തങ്ങളെ ഉമ്മാക്ക് വല്ലാത്ത വേദനയാണ്. റസൂലുള്ളാഹിന്റെ മകളല്ലേ, ഖദീജാന്റെ മകളല്ലേ, കോടീശ്വരത്തിയായ ഖദീജന്റെ മകളല്ലേ പട്ടിണി കിടക്കുന്നത്. ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ മകളല്ലേ പട്ടിണി കിടക്കുന്നത്. ആ പട്ടിണി കിടക്കുന്നതിനുള്ള വേദനയോടെ അത് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉമ്മാന്റെ വിഷമം താങ്ങാൻ കഴിയാത്തത് കൊണ്ട് നമുക്കതാ വേറെ ഒന്ന് പുരമാറിയിരുന്ന നമ്മുടെ അവസ്ഥ ആരും അറിയാനില്ലല്ലോ. വീട്ടിൽ നമ്മൾ പട്ടിണി കിടന്നാലും ആരും അത് അറിയാനില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവിടുന്ന് അലിയാർ തങ്ങളോട് പറഞ്ഞപ്പോ അലിയാർ തങ്ങളതാ അവിടുന്ന് പറയുന്നു, ഫാത്തിമ,
ഞാനൊരു കാര്യം നിനക്ക് പറയാം. നമ്മുടെ അടുത്ത് കയ്യിലൊരു കാശുമില്ലല്ലോ, ഒരു വീട് നമുക്ക് ഉണ്ടാക്കിയിരിക്കാൻ നമുക്ക് കയ്യില്ലല്ലോ. എങ്കിൽ നീ എന്ത് വേണമെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നീ നിന്റെ വാപ്പാന്റെ അടുക്കലേക്ക് പോയി പറയണം. വാപ്പാന്റെ ഉറ്റ ഒരു സുഹൃത്തുണ്ട്, ഹാരിസ് ഇബ്നു നുഅ്മാൻ. ഹാരിസ് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹത്തിനിക്ക് 2 വീടുണ്ട്. ഒരു വീട് വെറുതെ ഇങ്ങനെ പൂട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ വീടങ്ങ് വാങ്ങിത്തരാൻ വാപ്പയോട് പറയണം ഫാത്തിമ. അങ്ങനെ ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് കിട്ടിയാൽ നാം അതിലേക്ക് താമസം മാറാം ഫാത്തിമ. ഇതങ്ങ് കേട്ടപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ വളരെ സന്തോഷത്തോടുകൂടെ വാപ്പച്ചിയുടെ അടുക്കലേക്ക് പോകുന്നു. റസൂലുള്ളാഹിന്റെ ചാരത്തേക്കങ്ങ് ഫാത്തിമ എത്തിയപ്പോ റസൂലുള്ള അവിടെ നിന്ന് എണീച്ച് നിൽക്കുന്നു. തൻ്റെ പൊന്നുമോൾ, പെണ്ണുമോളല്ലേ പൊന്നുമോൾ, ആ മകള് വരുമ്പോ റസൂലുള്ള എണീറ്റ് നിൽക്കുന്നു. എന്നിട്ട് പൊന്നുമോളങ്ങ് ചുംബിക്കുന്നു. ആ സമയത്ത് വളരെ സന്തോഷത്തോടുകൂടെ ഫാത്തിമ പറയുന്നു, വാപ്പാ, ഞാൻ വാപ്പാന്റെ അടുത്തൊരു കാര്യം പറയാനാ വന്നത്. വാപ്പ അത് സാധിപ്പിച്ച് തരണേ വാപ്പാ. ഇതങ്ങ് പറഞ്ഞപ്പോ വാപ്പാ വല്ലാത്ത സ്നേഹിക്കുന്ന പൊന്നുമോളാ ഫാത്തിമ. റസൂലുള്ള പറഞ്ഞില്ലേ, ഫാത്തിമാനെ വല്ലവനും വേദനിപ്പിച്ചാൽ എന്നെ വേദനിപ്പിച്ചവനെ പോലെയാണ്. ഫാത്തിമാനെ വല്ലവനും സന്തോഷിപ്പിച്ചാൽ എന്നെ സന്തോഷിപ്പിച്ചവനെ പോലെയാണ്. ഫാത്തിമത്ത് ഖിത്അത്തും മിന്നീ, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് വിശേഷിപ്പിച്ച മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുമ്പോ വാപ്പ അവിടുന്ന് ചോദിച്ചു, റസൂലുള്ള ചോദിച്ചു, എന്താണ് മോളെ? ഇതങ്ങ് റസൂലുള്ള ചോദിച്ചപ്പോ സന്തോഷത്തോടുകൂടെ ഫാത്തിമ പറയുന്നു, വാപ്പാ, ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ നല്ല സ്നേഹിതനല്ലേ, നല്ല സ്നേഹമുള്ള സ്വഹാബിയല്ലേ. അദ്ദേഹത്തിനിക്ക് 2 വീടുണ്ട് വാപ്പാ. ഒരു വീട് പൂട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആ വീടങ്ങ് ചോദിച്ച് എനിക്ക് വാങ്ങിത്തരണം വാപ്പാ. ഞാൻ അതിലങ്ങ് വേറെ താമസിച്ചൂടെ വാപ്പാ. ഇതങ്ങ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി കരഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, അരുത് മോളെ, ഇതെന്നോട് പറയരുത്, ഇതെനിക്ക് സാധിക്കൂല മോളെ. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യവും മറ്റോനോട് ചോദിച്ചിട്ടില്ല മോളെ. ഇതുവരേക്കും ഒരു കാര്യവും ഞാൻ മറ്റുള്ളവനോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതെനിക്ക് ചോദിക്കാൻ കഴിയൂല മോളെ. ഇതങ്ങ് പറഞ്ഞു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് കരഞ്ഞപ്പോ ഫാത്തിമയങ്ങ് കരഞ്ഞു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാപ്പാ, വേണ്ട വാപ്പാ, അലിയാര് തങ്ങൾ എന്നോട് പറഞ്ഞതാണ്. വാപ്പാന്റെ അടുത്ത് പോയി നീ കാര്യം പറയണം. വാപ്പാന്റെ ഉറ്റ സുഹൃത്താണല്ലോ. ആ ഉറ്റ സുഹൃത്തായത് കൊണ്ട് അത് നിനക്ക് തരുമെന്ന് കരുതിയിട്ടാ ഞാൻ വന്നത്. വേണ്ട വാപ്പാ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്.
ഫാത്തിമ വീട്ടിലേക്ക് അങ്ങ് പോകുന്നു. ആ സമയത്തതാ ഈ രംഗമങ്ങൊരു സ്വഹാബി കേൾക്കുന്നു. ഈ സ്വഹാബി അങ്ങ് കേട്ടപ്പോൾ റസൂലുള്ള കരയുന്നതങ്ങ് കണ്ടു, കേട്ടു. ഈ കേട്ട ഉടനെ ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു. ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു. ഹാരിസ് ഇബ്നു നുഅ്മാൻ, ഒരു കാര്യം നിങ്ങൾ അറിയണം. ഫാത്തിമ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളെ വീടങ്ങ് ഫാത്തിമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, എനിക്കത് ചോദിക്കാൻ കഴിയില്ല ഫാത്തിമ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രണ്ടുപേരും പിരിഞ്ഞതാണെന്ന് ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആ സ്വഹാബി അങ്ങ് പറഞ്ഞപ്പോൾ, ഓ പൊന്നു പെങ്ങളെ, ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. റസൂലുള്ളാഹിൻ്റെ കൈ പിടിച്ചങ്ങ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ നബിയെ, എന്നോട് തങ്ങൾക്ക് ചോദിക്കുന്നതിൽ വിഷമം, എന്ത് പ്രയാസമാണ് നബിയെ എന്നോട് തങ്ങൾക്ക് ചോദിക്കുന്നതിനുള്ളത്? എൻ്റെ ഒരു വീടല്ല, എൻ്റെ 2 വീട് വേണമെങ്കിലും റസൂലുള്ളാഹിക്ക് ഞാൻ തരാം നബിയേ എന്ന് പറഞ്ഞ് ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഒരു വീടങ്ങ് കൊടുക്കുന്നു. ഫാത്തിമാനെ റസൂലുള്ളാഹി വിളിക്കുന്നു. ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു വീട് തന്നിട്ടുണ്ടെന്ന് പറയുന്നു. റസൂലുള്ളാഹിൻ്റെ പൊന്നുമോള് വീടങ്ങ് മാറി താമസിക്കുന്ന സമയം അല്ലാ വാപ്പച്ചി മകൾക്ക് പൊരകുടിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്നറിയുമോ? ഒരു കട്ടിലങ്ങ് കൊടുക്കുന്നു. അത്യാവശ്യം ചെറിയ ചെറിയ പാത്രങ്ങളങ്ങ് ഫാത്തിമാക്ക് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു അരക്കാനുള്ള കല്ലും റസൂലുള്ളാഹി അങ്ങ് കൊടുക്കുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അതിൻ്റെ ശേഷം ആ വീട്ടിലങ്ങ് താമസിക്കുന്നു. വളരെ സന്തോഷത്തിലാണ്. കാരണം പട്ടിണിയാണെങ്കിലും ആരും അത് അറിയാനില്ലല്ലോ. എൻ്റെ വിഷമം ആരും അറിയാനില്ലല്ലോ. എൻ്റെ പൊന്നു പെങ്ങളെ, പടച്ച റബ്ബ് ചെറിയ പരീക്ഷണം അങ്ങ് നമുക്ക് തന്നാൽ, ചെറിയ പരീക്ഷണമങ്ങ് നമുക്ക് തന്നാൽ, അപ്പുറത്തുള്ള വീട്ടുകാരോടും കുടുംബക്കാരോടും അങ്ങ് എത്ര പ്രാവശ്യമാണ് നമ്മളത് പറയുന്നത്, എത്രയാ പറയുന്നത്. ആ വിഷമത്തിൽ ഇങ്ങനെ പറഞ്ഞ് പാടി നടക്കുന്ന പെങ്ങളെ, ഫാത്തിമ ബീബിയിലേക്കങ്ങ് മടങ്ങണം. ഫാത്തിമാൻ്റെ കൂടെ സ്വർഗത്തിലങ്ങ് കടക്കണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ അല്ലാഹ്, ഇതുവരേക്കും ഞങ്ങൾ ഇൽമ പറഞ്ഞു റഹ്മാനെ നീ സ്വീകരിക്കണം അല്ലാഹ്. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഗഫാറായ നീ റസൂലുള്ളാഹിന്റെ ശറഫ് കൊണ്ട് പാവങ്ങളായ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹുവേ. ആരുമില്ലാത്ത ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന സമയത്ത് നേരം പോകാക്കുന്ന അമലാക്കി തരണമല്ലോ. അല്ലാഹുവേ, ജീവിതത്തിൽ ധാരാളം ഖൈറ് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബാകുന്ന നീ തന്നനുഗ്രഹിക്കണം അല്ലാഹുവേ. ഈ വിശുദ്ധ റമദാൻ നിന്റെ കോടതിയിലെത്തുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കണം അല്ലാഹ്. ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണം അല്ലാഹ്. വിശാല മനസ്സ് തന്നനുഗ്രഹിക്കണം അല്ലാഹ്. ജീവിതത്തിൽ അല്ലാഹ് നല്ലത് മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരു
ഒരുപാട് തെറ്റുകൾ ചെയ്ത പാവികളാണ് അല്ലാ. ഞങ്ങളെ സർവ്വദോഷത്തിൽ നിന്നും ഈ വിശുദ്ധ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ മുക്തി നൽകണം അല്ലാഹുവേ. സർവ്വദോഷവും ഈ മജ്‌ലിസ് വിട്ടുപിരിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നീ പുറത്തു തരണമല്ലോ അല്ലാഹുവേ. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പലരും ഖബറിലാണ് റഹ്മാനെ. ഈ മഹത്തായ സ്ഥാപനത്തിന് സ്നേഹിച്ചവർ സഹായികളാ ഷാഫി ഉസ്താദ് അടക്കമുള്ള പലരും ഖബറിലാണ് റഹ്മാനെ. ഇതിൻ്റെ ഒക്കെയും പ്രതിഫലം അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. ദിവസവും നൂറുകണക്കിന് ആൾക്കാർ സംഭാവനകളും നേർച്ചകളും കൊണ്ടുവരുന്നുണ്ട് അല്ലാ. മുഹിമ്മാത്തിൻ്റെ പിരിവിന് വേണ്ടി വീടാന്തരം കയറിയിറങ്ങുമ്പോൾ നൂറുകണക്കിന് പ്രശ്നങ്ങൾ പറഞ്ഞ സ്വതക്കകൾ നൽകുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ, മഹത്തായ സ്ഥാപനത്തിനെയും മഹാനായ സയ്യിദവറുകളെയും സ്നേഹിച്ചുകൊണ്ട് നിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ടല്ലേ അല്ലാ നൽകുന്നത്. ഈ പകരം സ്വർഗം കൊടുക്കണം അല്ലാ. ഒരാളെയും നീ ഹൈവാക്കി മടക്കല്ല അല്ലാ. രോഗികൾക്ക് പരിപൂർണ ശിഫാ നൽകണം അല്ലാ. കടമുള്ളവർക്ക് വീണാനുള്ള വഴി എളുപ്പമാക്കണം അല്ലാ. പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലാ. വീട്ടിൻ്റെ പണി തുടങ്ങിയവർക്ക് ഉദ്ദേശിച്ചതിനേക്കാളും ഹൈറായ നിലക്ക് നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ ഉമ്മമാരെയും നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണം അല്ലാ. ഈ ഒരുമിച്ച് കൂടിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഇത് നീ കാരണമാക്കണം അല്ലാ. ജീവിതത്തിൽ ധാരാളം ഖൈർ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബാകുന്ന നീ തന്ന് അനുഗ്രഹിക്കണം അല്ലാ. കുടുംബസമേതം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. തായരതങ്ങൾ ഉസ്താദിൻ്റെ ദറജ നീ ഉയർത്തണം അല്ലാ. അവരുടെ മദത് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. മുഹിമ്മാത്തിൻ്റെ സൈഫോമിലുള്ള അന്തേവാസികൾക്ക് ഏത് രോഗമുണ്ടോ നീ ശിഫയാക്കണം അല്ലാ. എന്ത് പ്രയാസമുണ്ടോ നീ തീർത്തു കൊടുക്കണം അല്ലാ. എത്രയും പെട്ടെന്ന് പരിപൂർണ സുഖം പ്രാപിച്ച് കുടുംബത്തിലേക്ക് മടങ്ങാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. നല്ല പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് നീ ഖൈർ നൽകണം അല്ലാ. അവർക്ക് ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാൻ, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ പാവങ്ങളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കണം അല്ലാ. നിന്റെ പൊരുത്തത്തിലാക്കണം അല്ലാ. അത്തരത്തിലുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കോ ഞങ്ങളെ സ്നേഹികൾക്കോ സഹായികൾക്കോ ഞങ്ങളെ മായി ബന്ധപ്പെട്ട ഒരാൾക്കും നീ നൽകല്ല അല്ലാ. നീ നൽകല്ല അല്ലാ. നീ നൽകല്ല അല്ലാ. മഹത്തായ സ്ഥാപനത്തിൻ്റെ സ്നേഹികളിൽ പലരും ഖബറിലാണ് റഹ്മാനെ. പാവപ്പെട്ട എൻ്റെ വാപ്പയടക്കം ഖബറിലാണ് റഹ്മാനെ. ആരെങ്കിലും ഖബറിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാ, അവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു റഹ്മാനെ. നീ ഗഫാറാണല്ലോ അല്ലാ. നീ സത്താറാണല്ലോ അല്ലാ. നീ അഫൂവിനെ ഇഷ്ടം വെക്കുന്നവനാണല്ലോ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. സ്വർഗത്തിൻ്റെ എല്ലാ അനുഭൂതികളെ കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹുവേ, ഈ ഒരുമിച്ച് കൂടൽ നീ കാരണമാക്കണം റഹ്മാനെ. ഇതിനു വേണ്ടി ഒത്താശകൾ ചെയ്ത സാദാത്യങ്ങളും സ്ഥാപനത്തിൻ്റെ
ആൾക്കാർ അല്ലാഹുവേ അവർക്കൊക്കെയും വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ, വലിയ ഖൈർ നൽകണം റഹ്മാനെ. സ്ഥാപനം ചെയ്യുന്ന എല്ലാ പദ്ധതികളും പരിപൂർണ വിജയം നൽകണം റഹ്മാനെ. സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വിദേശങ്ങളിലേക്ക് പോയ ഉസ്താദന്മാർക്ക് നിൻ്റെ ഹിഫ്ദ് നൽകണം റഹ്മാനെ. സന്തോഷത്തോടെ റാഹത്തോടെ മടങ്ങാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാഹുവേ. നല്ല ചൂടിൻ്റെ സമയത്ത് ഇൽമിൻ്റെ മജ്ലിസിലേക്ക് വന്ന ഉമ്മമാരല്ലാ, നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ. അവരുടെ വീട്ടിൽ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. അവരുടെ ഭർത്താക്കളിൽ മക്കളിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും ഇസ്സത്തും അഭിമാനവും നൽകി നീ അനുഗ്രഹിക്കണം അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين وآلهم الصحابة أجمعين والحمد لله رب العالمين. നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും ദ്വാരക്കുമ്പോൾ പാവപ്പെട്ട എന്നെയും കുടുംബത്തിനെയും ഓർക്കണം. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.